ഈ ലേഖനങ്ങൾ എഴുതാനുള്ള, ഈ കൊരിന്ത്യർക്കെഴുതിയ ലേഖനം എഴുതാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്, അദ്ദേഹം കൊരിന്ത് എന്ന് പറയുന്ന ദേശം ഒരു വലിയ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട, വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട ഒരു ദേവീ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ദേശത്ത് നിന്നും വലിയൊരു ജനത്തെ, ജാതികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന അപ്പോസ്തലനായ പൗലോസിലൂടെ വലിയൊരു കൂട്ടം ജനം രക്ഷിക്കപ്പെട്ട് ഒരു സഭ ആരംഭിച്ചതാണ് കൊരിന്ത് സഭ. പ്രൈസ് ദി ലോർഡ്. ആ സഭയ്ക്കകത്ത് വന്ന ജനം, ആ ജനത്തെക്കുറിച്ച് നമ്മൾ ദൈവജനം വായിക്കുമ്പോൾ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിലാണ് 12-ാം അധ്യായത്തിനകത്ത് കൃപാവരങ്ങളെക്കുറിച്ച് നമുക്ക് വായിക്കുവാൻ സാധിക്കും. 13-ാം അധ്യായം സ്നേഹത്തെക്കുറിച്ച്, ഫലങ്ങളെക്കുറിച്ച് വായിക്കാൻ സാധിക്കും. 14-ാം അധ്യായം വീണ്ടും പ്രവചനം വാഞ്ചിപ്പിനെന്ന് നമുക്ക് എഴുതിയിരിക്കുന്നു. ഒരു സാൻഡ്വിച്ച് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതുപോലെ 2 ബ്രെഡിനടിയിൽ അകത്ത് പിന്നെ ഒരു ഓംലെറ്റോ എന്തെങ്കിലും വെക്കുന്നത് പോലെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, കൃപാവരങ്ങളെക്കുറിച്ചും 2 അധ്യായങ്ങളും, എന്നാൽ അതിൻ്റെ നടുക്ക് 13-ാം അധ്യായം ദൈവ സ്നേഹത്തെ തിരികെ കയറ്റി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അതായത് ഈ ദൈവത്തിൻ്റെ സഭയ്ക്കകത്ത് കൃപാവരങ്ങളുണ്ട്, ഫലങ്ങളുണ്ട്, കൃപാവരങ്ങളുണ്ട്. വലിയ പ്രവാചകന്മാരുണ്ട്, പ്രവാചികമാരുണ്ട്, ദർശനം കാണുന്നവരുണ്ട്, ആത്മാവിൽ ആരാധിക്കുന്ന ജനമാണ് ഈ ജനം. എന്നാൽ അവർ തിരുവത്താഴ ശുശ്രൂഷ എടുക്കുന്നത് സാധാരണ വീട്ടിനകത്ത് ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ജനത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദുശാഠ്യമുള്ള ജനം, പിറുപിറുക്കുന്ന ജനം, മത്സരിക്കുന്ന ജനം, ഹൃദയകാഠിന്യമുള്ള ജനം, സ്വന്തം അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി അതിനകത്തുണ്ട്. അപ്പോൾ വ്യഭിചാരമുണ്ട്, എല്ലാം ഉള്ള ഒരു വലിയൊരു കൂട്ടം ജനം. പക്ഷേ എന്നാൽ അവരെന്താണ്, അവർ ഭയങ്കര കൃപാവരങ്ങളുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. ആരാധിക്കുമ്പോഴൊക്കെ വളരെ ശക്തമായിട്ട് ആരാധനയും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ ഫലമില്ലാത്തൊരു ജനം. എന്തില്ല? ഫലമില്ലാത്ത ജനം, ദൈവസ്നേഹം നഷ്ടപ്പെട്ട ജനം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് 13-ാം അധ്യായം പറഞ്ഞ നിങ്ങൾ കൃപാവരങ്ങൾ എല്ലാം വാഞ്ചിക്കുന്ന നല്ലതാണ്, എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ആ ദൈവ സ്നേഹം വേണം, ഫലം വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ജനം അവിടെ 10-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ, നിങ്ങളെല്ലാം ഒരേ ആത്മീക ആഹാരം കഴിച്ചു, ഒരേ പാറയിൽ നിന്ന് വെള്ളം നിങ്ങൾ കുടിച്ചു, ക്രിസ്തു വന്ന പാറയിൽ നിന്ന് നിങ്ങൾ വെള്ളം കുടിച്ചു. എന്നാൽ അവരെല്ലാം മരുഭൂമിയിൽ 23,000 പേർ പട്ടുപോയി. അവരൊന്നും കനാൻ ദേശം അവകാശമാക്കിയില്ല, വാഗ്ദത്ത ദേശം അവർ അവകാശമാക്കിയില്ല. അതിന് കാരണം ഈ ജനം പിറുപിറുക്കുന്ന ജനമാണ്, ഇവർ മത്സരികളാണ്, ഇവർ ദൈവത്തിനെ സംശയിക്കുന്ന ഒരു ജനമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ എത്ര പ്രാപിച്ചാലും, എത്ര അത്ഭുതങ്ങൾ അവർ കണ്ടാലും വീണ്ടും ദൈവസന്നിധിയിൽ സംശയിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ ജനത്തെ ദൈവം കനാൻ ദേശത്തിൽ എത്തിച്ചില്ല. അതൊരു ദൃഷ്ടാന്തമാണ്, ഒരു എക്സാമ്പിളാണ്. അതുകൊണ്ട് കൊരിന്ത്യ സഭയോട് പൗലോസ് പറയുന്നു, നിങ്ങൾ ഇത് കണ്ട് പഠിക്കണം. നിങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവചനവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ 2 ലേഖനങ്ങൾ എഴുതുമ്പോൾ അതിനകത്ത് ദൈവാത്മാവ് ഏറ്റവും കൂടുതൽ പൗലോസിനെ ഉപയോഗിച്ച, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്, ഈ മന്ദിരത്തെ നശിപ്പിക്കുന്നവരെ ഞാൻ നശിപ്പിക്കും, അങ്ങനെ തുടങ്ങി പല കാര്യങ്ങൾ അതിനകത്ത് ശക്തമായി ഒരു ശാസന എന്നവണ്ണം, ഒരു വടിയെടുത്തുകൊണ്ടുമാണോ ഞാൻ നിങ്ങളടുത്ത് വരേണ്ടത്, ഞാൻ എന്താണ് നിങ്ങളെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളിൽ ചിലരെ പിശാചിൻ്റെ കാര്യങ്ങൾ ഞാൻ ഏൽപ്പിക്കാൻ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പൗലോസിന് പറയേണ്ടി വന്ന ഒരു സഭയാണ്. എന്തുകൊണ്ടാണ് ഈ സഭ അഭിഷേകമുണ്ടെങ്കിലും കൃപാവരമുണ്ടെങ്കിലും പ്രവചനമുണ്ടെങ്കിലും ഈ ജനം, കൊരിന്ത് സഭയിലെ ജനം മത്സരികളും ദുശാഠ്യമുള്ളവരും പിന്നെ പിറുപിറുക്കുന്നവരും ദൈവത്തെ സംശയിക്കുന്നവരും ദൈവത്തോട് ചോദ്യം ചോദിക്കുന്നവരുമായി തീരാൻ എന്താണ് കാരണം? അതാണ് ജാതീകമായ കെട്ടുപാടുകൾക്കകത്ത് നിന്നവർ ആരാധിച്ച് പ്രാർത്ഥിച്ച് സഭയ്ക്കകത്ത് കയറിയെങ്കിലും അവരുടെ അകത്ത്, അവരുടെ ഉള്ളിൽ, അവരുടെ ഹൃദയത്തിൽ, അവരുടെ DNA-ക്കകത്ത്, അവരുടെ പേഴ്സണാലിറ്റിക്കകത്ത് പണ്ടത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സ്വഭാവങ്ങളും മാറിയിട്ടില്ല. അതായത് യഥാർത്ഥ മാനസാന്തരം അവരുടെ ഉള്ളിൽ സംഭവിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അവർ രക്ഷിക്കപ്പെട്ട ജനമാണ്, സ്നാനപ്പെട്ട ജനമാണ്, അഭിഷേകം പ്രാപിച്ച ജനമാണെങ്കിലും അവരുടെ അകത്ത് വ്യാപരിക്കുന്നത് ആ ദേവദാസി സമ്പ്രദായമുള്ള 1000-ഓളം സ്ത്രീകൾ ദേവദാസികളായിട്ടുള്ളൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു. അവിടെ പുരോഹിതന്മാർക്കും രാജാക്കന്മാർക്കും വേണ്ടി അവരെ എപ്പോൾ റെഡിയായി നിൽക്കുന്ന വലിയൊരു 1000-ഓളം വരുന്ന ഒരു സ്ത്രീ ജനം, ഒരു ദേവദാസ സമ്പ്രദായം അതിനകത്തുണ്ടായിരുന്നു. അങ്ങനെയുള്ള വലിയൊരു വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്ന ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഈ ജനം യേശുവിനെ അറിഞ്ഞിട്ടും അവരുടെ ജാതിക കെട്ടുകൾ അല്ലെങ്കിൽ ജാതിക സ്വഭാവങ്ങൾ അവർക്ക് മാറ്റുവാൻ സാധിച്ചില്ല. പ്രൈസ് ദി ലോർഡ്.
ഈ ജാതിക സ്വഭാവം മാറ്റാൻ സാധിക്കാത്തിടത്തോളം കാലം നമ്മൾ മത്സരികളായിരിക്കും, ദുശാഠ്യമുള്ളവരായിരിക്കും, നമ്മൾ പെറുപെറുക്കുന്നവരായിരിക്കും. നമ്മളുടെ പഴയ സ്വഭാവം എപ്പോഴും നമ്മളെ ജഡൈകന്മാരാക്കി മാറ്റും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പെറുപെറുത്ത് നശിച്ചു പോകാനിടയാകും. ഹല്ലേലൂയ. എന്നാൽ കർത്താവിന്റെ അഭിഷിക്തനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിനകത്ത് ശക്തമായി പറയുകയാണ്, ഈ കെട്ടുപാടുകളിൽ നിന്നും ഈ സ്വഭാവങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്തു വരണം, നിങ്ങൾ ഫലം കായ്ക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. എത്ര പേർക്കെന്ന് മനസ്സിലായി? ദൈവത്തിന്റെ ഫലം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഫലം കായ്ക്കുന്നവരായ അന്ത്യകാലത്ത് ഒരുക്കമുള്ള ഒരു ജനമായി മാറേണ്ടതിന് ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സോ അതുകൊണ്ടാണ് ഈ ലേഖനങ്ങൾ പൗലോസിന് എഴുതേണ്ടി വന്നത്. നമുക്ക് വായിക്കാം 78-ാമത്തെ സങ്കീർത്തനം. ഈ ജനം, ഇസ്രായേൽ ജനത്തെ കുറിച്ച് പൗലോസ് പറയുന്നത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. 78-ാമത്തെ സങ്കീർത്തനം അതിന്റെ 17 മുതൽ വായിച്ചാട്ടെ. എങ്കിലും അവർ അവനോട് പാപം ചെയ്തു, അത്യുന്നതനോട് മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചു കൊണ്ടിരുന്നു. തങ്ങളുടെ കൊതിക്ക് ഭക്ഷണം മത്സരിച്ചു കൊണ്ടിരുന്നു. പിന്നെ അവർ തങ്ങളുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചുകൊണ്ടിരുന്നു. അവർ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു. ദൈവത്തെ ഹൃദയത്തിൽ എന്ത് ചെയ്തു? പരീക്ഷിച്ചു. പിന്നെ അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയും. അവർ ചോദിക്കുകയാണ്, മരുഭൂമിയിൽ മേശ ഒരുക്കാൻ ദൈവത്തിന്. എന്നാൽ ദാവീദ്, തന്റെ ഭക്തനായ ദാവീദ് പറഞ്ഞു, എനിക്ക് വേണ്ടി ദൈവം മരുഭൂമിയിൽ മേശ ഒരുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ മരുഭൂമിയിൽ മേശ ഒരുക്കാൻ ദൈവത്തിന് സാധിക്കുമോ? ഈ ചോദ്യം ഇസ്രായേൽ ജനം ചോദിച്ചതാണ്. ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യം. ദൈവത്തെ പരീക്ഷിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ ദൈവം മേശ ഒരുക്കി. പ്രൈസ് ദി ലോർഡ്. അടുത്ത് വായിച്ചോ. അവൻ പാറയെ അടിച്ചു, വെള്ളം പുറപ്പെട്ടു, തോടുകളും കവിഞ്ഞൊഴുകി. സത്യം, എന്നാൽ അപ്പം കൂടെ തരുവാൻ അവന് കഴിയുമോ? അവർ വീണ്ടും ചോദിക്കുകയാണ്, പാറ അടിച്ചു വെള്ളമൊക്കെ തന്നോ? ശരിയാണ്. എന്നാൽ നദികളെ പോലെ ഈ വെള്ളം ഒഴുകി, അതൊക്കെ റെഡി, ശരിയാണ്. എന്നാൽ അപ്പം തരുവാൻ, അപ്പം കൊടുത്തോ? ജനത്തിന്, ഈ ഇസ്രായേൽ ജനത്തിന് ദൈവം അപ്പം കൊടുത്തോ? മരുഭൂമിയില് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. എല്ലാം പ്രാപിച്ചാലും ഒരു പെറുപെറുപ്പ്. പ്രൈസ് ദി ലോർഡ്. ഒരു നന്ദിയില്ലാത്ത ഒരവസ്ഥ. കർത്താവിന്റെ സന്നിധിയിൽ നന്ദിയില്ലാത്ത ജനം. പ്രൈസ് ദി ലോർഡ്. ഒരു 50 വയസ്സായ ഒരാളിനെ നമ്മൾ വിളിച്ചു ചോദിച്ചാൽ ആ വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ പറയാൻ പറഞ്ഞാൽ 100 കണക്കിന് കാര്യങ്ങൾ പറയാൻ കാണും. ഹല്ലേലൂയ. എന്നാൽ അടുത്ത നിമിഷം ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്വഭാവം മാറി ദൈവത്തെ തള്ളിപ്പറയുന്ന, പിറുപിറുക്കുന്ന ഒരു കൂട്ടം. ഇവർ എങ്ങനെ നിത്യതയിൽ പ്രവേശിക്കും? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ വിശ്വാസത്തെ ഒന്നുകൂടെ നമ്മൾ പരീക്ഷിക്കണം. നമ്മളെ തന്നെ ഒന്ന് പരീക്ഷിക്കേണ്ട സമയമായിരിക്കുകയാണ്. ഹല്ലേലൂയ. പാറയിൽ ഒരു കമ്പ് കൊണ്ടടിച്ചാൽ, ഒരു വടി കൊണ്ടടിച്ചാൽ എങ്ങനെയാണ് ഈ വെള്ളം വരുന്നത്? മോശയോട് ദൈവം പറഞ്ഞു, പാറയിൽ എന്ത് ചെയ്യുക? തൻ്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് ഒന്ന് തൊട്ടാൽ മതി, വെള്ളം വരുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കലൊരു പാറയെ ഒരു ഹാമർ കൊണ്ട് അടിച്ചാൽ, അല്ലെങ്കിൽ വെടി പൊട്ടിച്ചാൽ പോലും പൊട്ടാത്ത പാറയെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് തന്റെ അഭിഷിക്തനോട് പറയുകയാണ്, ഈ പാറയിൽ ആ വടി കൊണ്ടൊന്ന് തൊട്ടാൽ മതി, ആ പാറ പൊട്ടി വെള്ളം വരുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ തയ്യാറായ മോശയ്ക്ക് വേണ്ടി ഇന്ന് പകൽ നമ്മൾ കൈയടിക്കണം. കാരണം അത്രയും വലിയ വിശ്വാസം ആ അഭിഷിക്തന്, ദൈവം പറഞ്ഞ ആ വാക്ക് കേൾക്കാൻ, വിശ്വസിക്കാൻ ഒരു വലിയ വിശ്വാസം തന്റെ ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ നമ്മളായിരിക്കുന്ന ഓരോ ജനത്തിന്റെ മുമ്പിൽ നമ്മൾ രാപകൽ കഠിനാധ്വാനം ചെയ്താലും, നമ്മൾ എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും ഉപവസിച്ചാലും മാറാത്ത വിഷയങ്ങൾ ഉണ്ടെങ്കിൽ, ഇന്ന് കർത്താവ് പറയുകയാണ്, ഒരു വാക്ക് ദൈവം ആ വിഷയത്തെ നോക്കി കൽപ്പിച്ചാൽ എത്ര പൊട്ടാത്ത വിഷയവും എത്ര തകരാത്ത വാതിലുകളും ഇന്ന് പകൽ നമുക്ക് വേണ്ടി തകരുവാനിടയാകും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന്റെ സന്നിധിയിൽ കരങ്ങളെ അടിച്ചുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ആത്മാവിൽ വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? കർത്താവ് പറയുകയാണ്, ഒരു ചെറിയ വടി, നിന്റെ കയ്യിലിരിക്കുന്ന ഒരു ആയുധം, ഒരു ചെറിയ വടി കൊണ്ട് നീ നീട്ടി കൽപ്പിച്ചാൽ മതി, അടിക്കുക പോലും വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും ഒരു മനുഷ്യന് പൊട്ടിക്കാൻ സാധിക്കാത്ത പാറ ആ ഒറ്റ വാക്ക് കൊണ്ട് തകർത്ത് കളയുവാൻ ദൈവത്തിന് സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും അവിശ്വാസികളാണ്, കഠിന ഹൃദയമുള്ളവരാണ്. നമ്മൾ ദൈവം ആരെന്ന അറിവ് നമുക്ക് പലപ്പോഴും ഇല്ല. 10 പേര്, കുരുടന്മാരായ 10 പേരെ വിളിച്ചു നിർത്തി ഒരു ആനയെ കൊണ്ടൊന്ന് ഫ്രണ്ട് നിർത്തി കഴിഞ്ഞാൽ ഇവര് തപ്പി നോക്കിയിട്ട് പറയും, ആനയുടെ ചെവി മുറം പോലെ ഇരിക്കുന്ന ചെവി ഉള്ളതാണ് ആന, അല്ലെങ്കിൽ ഒരു ഇരുമ്പ് തൂണ് പോലെ ഇരിക്കുന്ന കാലുകളുള്ളതാണ് ആന. പല തരത്തിലുള്ള അഭിപ്രായം പറ. അതുപോലെ ഇന്ന് വിശ്വാസികളുടെ ഇടയിലും തലവേദന മാറാൻ വന്നിരിക്കുന്നവരുണ്ട്. അത് മക്കൾ
മക്കളുടെ വിവാഹം നടക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ രോഗം മാറാൻ വേണ്ടി വന്നിരിക്കുന്നവർ, കടഭാരം മാറാൻ വന്നിരിക്കുന്നവരുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും ദൈവം, ചിലർക്ക് തലവേദന മാറ്റുന്ന ദൈവമാണ്, ചിലർക്ക് രോഗം മാറ്റുന്ന ദൈവമാണ്, ചിലർക്ക് സാമ്പത്തിക കടഭാരം മാറ്റുന്ന ദൈവമാണ്. എന്നാൽ ഈ ദൈവം സർവശക്തനായ ദൈവമെന്ന് തിരിച്ചറിയുന്നവർ ചുരുക്കമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവം അൽഫയാണ്, ഒമേഗയാണ്. ഈ ദൈവം ഹല്ലേലൂയ എൽ ശദ്ദായിയായ ദൈവമാണ്. ഈ ദൈവം സർവവ്യാപിയാണ്, സർവശക്തനാണ്. ആ നിലവാരങ്ങളിൽ ദൈവത്തെ ഈ ലോകത്തൊരു മനുഷ്യരും അത് മനസ്സിലാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ദൈവത്തെ നന്നായിട്ട് മനസ്സിലാക്കാൻ പലപ്പോഴും നമുക്ക് സാധിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ചില പ്രത്യേക അനുഭവങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന് വിടുവിച്ചത് കൊണ്ട് ആ വിഷയങ്ങൾ മാത്രം പ്രാർത്ഥിച്ച് അതിനുവേണ്ടി മാത്രം ചെറിയ രീതിയിൽ തട്ടിമുട്ടി ഇരിക്കുന്നവരാണ് പലരും നമ്മൾ. എന്നാൽ കർത്താവ് സർവശക്തനാണ്, സർവവ്യാപിയാണ്. എത്ര പേർക്ക് ഇന്ന് വിശ്വസിക്കാൻ സാധിക്കും? ദൈവത്തിന് സാധിക്കാത്ത ഒരു കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ 400 സംവത്സരം ഈ ജനം, ഈ മോശ എന്ന് പറയുന്ന വ്യക്തി ദൈവത്തിലേക്ക് ഇറങ്ങിയതെന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുമ്പോൾ അത്ഭുതപ്പെടും. കാരണം ഒരു ദൈവം, ഇത്രയും വലിയ ദൈവം ഒരു മനുഷ്യനെ നിർബന്ധിച്ച് ശുശ്രൂഷയ്ക്ക് ഇറക്കുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. കാരണം ഈ മോശയ്ക്ക് ഒരിക്കലും ഒരു സുവിശേഷ വേല അല്ലെങ്കിൽ ശുശ്രൂഷ ഇഷ്ടമില്ലാത്ത ആളാണ്. അദ്ദേഹം ആടുകളെ മേച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ ഇതാ മുൾപടർപ്പിൽ ഒരു തീയുടെ നടുവിൽ ദൈവം ഇറങ്ങി വരുന്നു. ആ ദൈവം പറയുന്നു, വിക്കനായ മോശയോട് പറയുന്നു, ഈ ജനത്തെ വീണ്ടെടുക്കാൻ നീ പുറപ്പെടണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മോശ പറയുകയാണ്, എനിക്കതിന് സാധിക്കുകയില്ല, ഞാനൊരു വിക്കനായ വ്യക്തിയാണ്, എനിക്ക് പകരം മറ്റൊരാളിനെ നീ തിരഞ്ഞെടുക്കുക. അത് ഒരു പ്രാവശ്യമല്ല പറയുന്നത്, പല പ്രാവശ്യം മോശ പറയുകയാണ്, എനിക്കതിന് സാധിക്കുകയില്ല. എന്നാൽ ദൈവം നിർബന്ധപൂർവമായി മോശയെ തിരഞ്ഞെടുക്കുകയാണ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. അതൊരു വലിയ ഭാഗ്യമാണ്, അവര് വലിയ ഭാഗ്യ പദവിയാണ്. ഇന്ന് പകൽക്കാലം നിന്നെ കൊണ്ട് സാധിക്കത്തില്ലെന്ന് പറയുന്ന ചില കാര്യങ്ങൾ കർത്താവ് നിന്നെ കൊണ്ട് നിർബന്ധപൂർവം, നിനക്ക് ഇഷ്ടമില്ലാത്ത ചിലതിനെയൊക്കെ ദൈവത്തിന് നിന്നെ കൊണ്ട് ചെയ്യുവാൻ സാധിക്കും. നിനക്ക് കഴിവില്ലെങ്കിലും കുറവുള്ളവനാണെങ്കിലും കർത്താവ് പറയുന്നു, നിന്റെ വലത്തെ കരം, നിന്റെ കരത്തെ ദൈവം ഒരു അടയാളമാക്കി മാറ്റാൻ പോവുകയാണ്. കർത്താവ് പറയുന്നു, മോശയെ നിന്റെ നാവിനെ പ്രശ്നമുള്ളൂ, പക്ഷെ നിന്റെ കരത്തിന് വിഷയമില്ല, നിന്റെ കാലുകൾക്ക് വിഷയമില്ല, നിന്റെ കണ്ണുകൾക്ക് വിഷയമില്ല. എനിക്ക് പ്രവർത്തിക്കാൻ നിന്റെ ഒരു കരം മതി. നിന്റെ കരത്തിലിരിക്കുന്ന ഒരു വടിയുണ്ടല്ലോ, ആ ഒരു വടി മതി എനിക്ക് അത്ഭുതം ചെയ്യുവാൻ. നിന്റെ ഈ കരമുണ്ടല്ലോ, അത് മാത്രം മതി. ഇന്ന് പകല് ചിലത് നിന്റെ കയ്യിലുള്ളതിനെ, നിന്റെ ചെറിയ രീതിയിലുള്ള നിന്റെ കഴിവുകളെ എന്റെ ദൈവത്തിന് കൊടുക്കാൻ നീ തയ്യാറാണെങ്കിൽ, ആത്മാ പറയുന്നു, നിന്റെ കരത്തെ ഒരു അടയാളമാക്കി ദൈവം മാറ്റുന്ന ഒരു സീസൺ ആണത്. നിന്റെ കരത്തെ ഞാൻ ഒരു അടയാളമാക്കി മാറ്റാൻ പോകുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തന്റെ ദാസനെ വിളിച്ചപ്പോൾ തനിക്ക് നാവിനെ പ്രശ്നമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ടും ദൈവം മോശ പറഞ്ഞു, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല, ഈ ജോലിയൊക്കെ വേറെ ആരെങ്കിലും. എൻ്റെ അഹരോൻ എന്ന് പറയുന്ന എൻ്റെ സഹോദരനുണ്ട്, മിരിയാം എന്ന് പറയുന്ന എൻ്റെ സഹോദരിയുണ്ട്, അവരെ കേൾപ്പിച്ചാൽ മതി, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റുന്ന പരിപാടിയല്ല എന്ന് മോശ. ഞാൻ ഒറ്റയടിക്ക് ഒരാളിനെ കൊന്നയാളാണ്, ഞാൻ ഒരു മുൻദേശീയക്കാരനാണ്, എനിക്ക് ഈ ശുശ്രൂഷ പറ്റുന്ന പരിപാടിയല്ലെന്ന് മോശ നിലവിളിച്ച് പറഞ്ഞതാ. പക്ഷേ ദൈവം മോശയെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, നിന്റെ കരം ഇങ്ങോട്ട് നീട്ട്, നീ അതിനെ എടുത്ത് നിന്റെ മാറിലോട്ട് വന്നിട്ട്, ആ മാറിലിട്ടപ്പോൾ കുഷ്ഠരോഗം പോലെ ആയി, അതിനെടുത്ത് വെളിയിലോട്ടിട, ഉടനെ അത് സൗഖ്യമായി. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയും, നിന്റെ നാവിനെ പ്രശ്നമുള്ളൂ, പക്ഷെ ഞാൻ നിന്നെ ഒരു അടയാളമാക്കി മാറ്റാൻ പോവുക. നീ നിന്റെ കുടുംബത്തിലുള്ളവർക്ക് ദൈവമായി മാറാൻ പോവുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നീ പേടിച്ചോടി അതേ ദേശത്തിൽ ഞാൻ നിന്നെ മാനിക്കാൻ പോവുകയാണ്. നീ വളർന്ന കൊട്ടാരം നിന്റെ മുന്നിൽ മുട്ടുമടക്കാൻ പോകുന്നു. നിന്നെ വളർത്തിയവർ നിനക്ക് വിരോധമായി കൽപ്പന പുറപ്പെടുവിച്ച് നിന്നെ കൊല്ലുവാൻ വേണ്ടി പ്ലാനും പദ്ധതി ഇട്ടിരിക്കുന്നതിന്റെ നടുവില് ഞാൻ നിന്നെ മടക്കി അയക്കും. ആ ജനത്തിന്റെ നടുവിൽ ഞാൻ നിന്നെ ഒരു വലിയ മാന്യനാക്കി മാറ്റും, അത്ഭുതമാക്കി മാറ്റും. ഇന്ന് പകൽ ആത്മാ പറയുകയാണ്, എനിക്കും നിനക്കും അസാധ്യമെന്ന് തോന്നുന്ന ചില മേഖലകളിൽ ആത്മാവിന് വഴി തുറക്കാനുണ്ട്. ഈ സീസണിൽ ദൈവത്തിന് ചിലവർക്ക് വേണ്ടി വഴി തുറക്കാനുണ്ട്. നീ ചിന്തിക്കുന്നത് പോലെ അല്ല, അസാധാരണങ്ങളിൽ അസാധാരണമായ ദൈവം. ഈ ദൈവത്തിൽ നീ അവിശ്വസിക്കരുത്. വിശ്വസിക്കാൻ നീ തയ്യാറാണോ? പിറുപിറുക്കാതെ അവിശ്വസിക്കാതെ ദൈവത്തെ പരീക്ഷിക്കാതെ കഴിഞ്ഞ നാടുകളിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ കണ്ടിട്ടും അറിഞ്ഞിട്ടും അനുഭവിച്ചിട്ടും ദുശാഠ്യമുള്ള ഒരു ജനമായി മാറാതെ ഇതെങ്ങനെ സാധിക്കും എന്ന് നീ ചോദിക്കുന്നത് നിർത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഈ ജനം ചോദിക്കുകയാണ്, മരുഭൂമിയിൽ ദൈവത്തിന് മേശ ഒരുക്കാൻ പറ്റുമോ? ഇന്ന് പലരുടെയും ചോദ്യം കേട്ടുമ്പോൾ ഞങ്ങളൊക്കെ പലപ്പോഴും ഞെട്ടിപ്പോയിട്ടുണ്ട്. എത്രയോ വർഷങ്ങളായി വിശ്വാസത്തിൽ വന്ന ശുശ്രൂഷ വരെ ചെയ്യുന്ന ആൾക്കാർ ഇതൊക്കെ എങ്ങനെ സാധിക്കും എന്ന് ചോദിക്കുന്ന വാക്ക് കേട്ട് ഞെട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം ഈ ഇങ്ങനെയൊക്കെ മരണം വരെ ഇങ്ങനെയൊക്കെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉള്ള വരുമാനം അനുസരിച്ചൊക്കെ ഞങ്ങൾ ഇങ്ങനെ പോകും. പ്രൈസ് ദി ലോർഡ്. മന്ത്രവാദികളെ പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വിളിച്ചു വരുത്താനൊന്നും നമുക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം ഇവര് ദൈവത്തെയാണോ സേവിക്കുന്നത്, അത് പിശാചിനെയാണോ സേവിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തെ നീ സ്നേഹിക്കുകയാണെങ്കിൽ നീ ദൈവത്തോട് ചോദിക്കരുത്, ദൈവസന്നിധിയിൽ സംശയിക്കരുത്. പ്രൈസ് ദി ലോർഡ്. മരുഭൂമിയിൽ വെച്ച് ഈ ജനം ഇസ്രായേലിലായിരുന്നു 400 സംവത്സരം. അവിടെ കടന്നപ്പോൾ ഈ ജനം എന്താ ചെയ്തത്? പ്രൈസ് ദി ലോർഡ്. അവരെന്താണ് ഭക്ഷിച്ചത്, അവരെന്താണ് കഴിച്ചത്? അതിനെക്കുറിച്ച് 11-ാം അധ്യായമുണ്ട്. സംഖ്യാപുസ്തകം 11-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ മോശയോട് അല്ലെങ്കിൽ ദൈവത്തിനോട് ജനം പറയുന്ന കാര്യങ്ങളുണ്ട്. ഇത് വായിച്ചു. അനന്തരം ജനം യഹോവയ്ക്ക് അനിഷ്ടം തോന്നുമാറ് പിറുപിറുത്തു. യഹോവ കേട്ട് അവന്റെ കോപം ജ്വലിച്ചു. യഹോവയുടെ തീ അവരുടെ ഇടയിൽ കത്തി പാളയത്തിന്റെ അറ്റങ്ങളിലുള്ളവരെ ദഹിപ്പിച്ചു കളഞ്ഞു. ജനം മോശയോട് നിലവിളിച്ചു. മോശെ യഹോവയോട് പ്രാർത്ഥിച്ചു. അപ്പോൾ തീ കെട്ടുപോയി. യഹോവയുടെ തീ അവരുടെ ഇടയിൽ കത്തുകയാൽ ആ സ്ഥലത്തിന് തബേര എന്നു പേരായി. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി. ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും? ഞങ്ങൾ മിസ്രയീമിൽ വച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. അവര് ഓർത്ത് അവരുടെ മനസ്സിലിരിക്കുന്ന എന്താണ്? ഉള്ളി. ഇവിടെ മരുഭൂമിയിൽ തന്ന് കൊടുത്ത എന്താണ്? കൊത്തമ്പാലരി പോലെയുള്ള വായ്ക്കകത്ത് വയ്ക്കുമ്പോൾ തേന് പോലെ അലിഞ്ഞു പോകുന്ന ഇന്റർനാഷണൽ ഫുഡ്. എവിടെ? സ്വർഗത്തിൽ ചുട്ടെടുത്ത ശക്തിമാന്മാരുടെ ഭക്ഷണം. ലോകത്ത് ഇതിനു മുമ്പോ അതിനു ശേഷം ആരും കഴിച്ചിട്ടില്ല. ഈ ഭക്ഷണം വായ്ക്കകത്തിരിക്കുമ്പോഴാണ് ഈ നാണം കെട്ട ജനം ചോദിക്കുന്നത്, ഉള്ളി കഴിക്കാൻ വേണോ? ഉള്ളി കഴിച്ചാൽ അടുത്ത് നിൽക്കാൻ ഒറ്റ മനുഷ്യന് പറ്റില്ല, നാറ്റം കരുതി. കാരണം നാറിയ ജീവിതം നയിക്കാനാണ് പലർക്കും അന്നും എന്നും ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന്റെ ജനമേ നമ്മൾ മാനസാന്തരപ്പെടണമെന്ന് പറയുന്നത്. നമ്മുടെ മാനസാന്തരം ശരിയായ മാനസാന്തരം അല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. പലപ്പോഴും പലരും പറയുന്നത് നമ്മൾ ഞെട്ടിപ്പോകും. അവരെ അടുത്തൊരു ലെവലിലോട്ട് കയറ്റാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അവർ പറയുന്നത് എനിക്ക് ഉള്ളി ഇടണമെന്നാണ്. എനിക്ക് ഉള്ളി വേണം, എനിക്ക് വെള്ളരിക്ക മതി. എന്താണ് വെള്ളരിക്ക, ഉള്ളി, ചിറ്റുള്ളി. ഇവിടെ കിടന്ന ഞാൻ അന്നാൾ പറഞ്ഞ പോലെ നെത്തോലി, മീന്, കരുവാട്, ഇതൊക്കെ കഴിക്കാനാണ് അവർക്ക് ഇന്ന് ഇഷ്ടം. പക്ഷെ ദൈവം അവര് 400 സംവത്സരം കടന്നപ്പോൾ അവർക്ക് ആഹാരമില്ല, സമയത്ത് വസ്ത്രമില്ല, വേർത്തൊഴുകി രാവിലെ മുതൽ രാത്രി വരെ അധ്വാനിച്ചു കഴിഞ്ഞാൽ കിടന്നുറങ്ങാൻ സ്ഥലമില്ല, അതികഠിനമായ വെയില്, ചാട്ടവാറ് കൊണ്ടുള്ള അടി, ഭക്ഷണമില്ല, പിന്നെ വൈക്കോല് കൊടുക്കത്തില്ല, തലമുറയെ അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് പ്രസവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അവരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ കാണുമ്പോഴേ മിസ്രയീമ്യർക്ക് ദേഷ്യമാണ്, ഇഷ്ടമില്ല, വെറുക്കപ്പെട്ട ജനമാണ്. ഈ ജനത്തെ ദൈവത്തിന് കരുണ തോന്നി. പിന്നെ ഇവരെന്ത് ചെയ്തു? അവരെ പുറത്തു കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. അവരെ നേരെ കൊണ്ടുപോയത് മരുഭൂമിയിലാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ മരുഭൂമിയിൽ ദൈവമാണ് കൊണ്ടുപോയതെങ്കിൽ ആ മരുഭൂമിയിലെ പ്രശ്നം എന്താണ്? 1, വെള്ളം കിട്ടാത്ത സ്ഥലം, 2, ഭയങ്കരമായ വിഷച്ചെടിയുള്ള സ്ഥലം, 3, വിഷപ്പാമ്പുകളുള്ള സ്ഥലം, അതുപോലെ ഭയങ്കര ചൂട്. ആ ചൂടത്ത് ഏത് മനുഷ്യനും 1.5 മണിക്കൂർ കഴിഞ്ഞാൽ മരിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. അതുപോലത്തെ ചൂടുള്ള സ്ഥലം. ഇവിടെ ഈ സ്ഥലത്തോട്ട് ഈ ജനത്തെ വരണമെങ്കിൽ ഈ ദൈവം എത്ര വലിയവനായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തിന് നമ്മളെ റൂട്ട് മാപ്പ് അറിയുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിന്നെ വിളിക്കുമ്പോൾ തന്നെ നീ എവിടെ പോകുന്നോ, ഏത് സാഹചര്യം, നിന്റെ ഭാവിയെക്കുറിച്ചും നിനക്ക് വേണ്ടി എന്തൊക്കെ കരുതണമെന്നും അതെല്ലാം കരുതി വെച്ചിട്ടാണ് ഇന്ന് പകൽ ദൈവം നിന്നെ പേര് ചൊല്ലി ഇതിലോട്ട് ഇറക്കിയത്. പ്രൈസ് ദി ലോർഡ്. അത് വിശ്വസിക്കാൻ എത്ര പേർ തയ്യാറുണ്ട്? നിന്റെ കയ്യിലും നീ പണ്ട് കഴിച്ചോണ്ടിരുന്നതും ചെയ്തോണ്ടിരുന്നതും, നീ പണ്ടായിരുന്ന ആ അനുഭവത്തിൽ നിന്ന് നിന്നെ ദൈവം പുറത്തേക്ക് വിളിച്ചത്, നീ ഇന്ന് വരെ അനുഭവിക്കാത്ത, ഇതുവരെ കാണാത്ത, രുചിക്കാത്ത
ഏറ്റവും മേത്തരമായ ഒരു ബ്ലസ്സഡ് ആയ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിന് വേണ്ടിയാണ് ദൈവം നിന്നെ വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് അതിനു വേണ്ടി നീ തയ്യാറാകണം. നിന്റെ ഹൃദയത്തിനകത്ത് നീ മനസ്സിലാക്കണം, ഈ ദൈവം സൂപ്പർ നാച്ചുറൽ ആണ്, അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഈ ദൈവത്തിന് മരുഭൂമിയെ മലർവാടിയാക്കുവാൻ സാധിക്കും. മരുഭൂമിക്കകത്ത് ദൈവത്തിന് ജലത്തെ തരുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. നീ ഒരു തുള്ളി വെള്ളം ആഗ്രഹിച്ചാൽ ഒരിക്കലും തീരാത്ത വെള്ളം, ദാഹിക്കുന്നവർക്ക് ഒരിക്കലും ദാഹിക്കാത്ത രീതിയിൽ വെള്ളം കൊടുക്കാൻ, ജീവജലം കൊടുക്കുവാൻ, നീ ചോദിക്കുന്ന അപ്പം ഈ ലോകത്ത് നിന്നല്ല സ്വർഗത്തിൽ നിന്ന് ചുട്ടെടുത്ത് തരുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ചോദിക്കുന്ന ആ ഇറച്ചി ആകാശത്ത് നിന്നല്ല, കടലിനകത്ത് നിന്ന് കിഴക്കൻ കാറ്റടിപ്പിച്ച് പുറത്തു കൊണ്ടുവന്ന് തരുവാൻ ശക്തനായ ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ നീ തിരിച്ചറിയേണ്ടതിന്, ദൈവം ആരാണെന്ന തിരിച്ചറിവ് നിനക്കുണ്ടാകേണ്ടതിന് നിന്നെ ദൈവം ഇന്നത്തെ മരുഭൂമിയിൽ വന്നു കൊണ്ടാക്കിയിരിക്കുക. നിന്റെ ഇന്നത്തെ ശൂന്യത, ഇന്നത്തെ ഒന്നുമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് ദൈവം ആരെന്ന് നിന്നെ ബോധ്യപ്പെടുത്തി തരാനാണ്. ദൈവത്തിന്റെ മഹത്വം നീ അറിയാൻ പോകുന്നു. അപ്പോൾ നിനക്ക് തോന്നും, അയ്യോ ഈ കഷ്ടതയിലോട്ടാണല്ലോ ദൈവം, ഈ മരുഭൂമിയിലാണല്ലോ കൊണ്ടുവന്നത്. ആ ചെങ്കടൽ കണ്ടപ്പോൾ തന്നെ പേടിച്ചായിരുന്നു, ഇതെന്തിനാ ദൈവം ഇറക്കി കടലിന്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ദൈവം കൊണ്ടുവന്ന പുറത്തോട്ട് വിളിക്കുമ്പോൾ നിന്റെ മുമ്പിലും പുറകിലും ഇടത്തും വലത്തും ഒന്നും ഒരു വാതിലും തുറന്നതായിട്ട് നിനക്ക് തോന്നത്തില്ല. സകലതും അടഞ്ഞതായിട്ടേ തോന്നൂ. അങ്ങനെ അടഞ്ഞ വാതിലിന്റെ മുമ്പിലാണ് നീ നിൽക്കുന്നതെങ്കിൽ ഓർത്തുകൊള്ളണം, ഇന്ന് വരെ നിന്റെ ചരിത്രത്തിൽ ഇല്ലാത്തൊരു വഴി നിനക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോവുകയാണ്. ഇതുവരെ നീ കാണാത്ത അത്ഭുതം നിനക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോവുകയാണ്. എന്റെ മഹത്വം കാണിക്കാനാ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. എന്റെ ദൈവത്തിന്റെ മഹത്വം കാണാനാ നീ പോകുന്നത്. കാരണം നിന്നെ ദൈവം വിളിച്ച സൂപ്പർ നാച്ചുറൽ ലൈഫ് സ്റ്റൈലിലോട്ടാണ്, ഒരു പുതിയ ജീവിത ശൈലിയിലോട്ട് മാറുവാൻ. വിശ്വാസത്താൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കാം? കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ അധ്വാനിച്ച് ജീവിച്ചു, കഷ്ടപ്പെട്ട് ജീവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യനും ജീവിക്കുന്നത് അവൻ്റെ വയറിന് വേണ്ടിയാണ്. വയറിന് വേണ്ടി മനുഷ്യൻ ഓടുന്നു, കഷ്ടപ്പെടുന്നു, അധ്വാനിക്കുന്നു, വേർപ്പൊഴുകുന്നു. പക്ഷേ അതാണ് ഈ ലോകത്തിൻ്റെ സിസ്റ്റം. ഈ ലോകത്തിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നീ പഠിക്കണം, നീ ജനിച്ചു കഴിഞ്ഞാൽ പഠിക്കണം, പഠിച്ചു കഴിഞ്ഞ് ജോലി വാങ്ങിക്കണം. ജോലി വാങ്ങിക്കുന്നതും പഠിക്കുന്നതും ഒരു വിവാഹം കഴിക്കാനാണ്, ആ കുടുംബത്തെ പോറ്റാനാണ്, പുലർത്താനാണ്. നീ പിന്നെ ജീവിക്കുമ്പോൾ നിനക്കൊരു വീട് വേണം, സ്ഥലം വേണം. ഇതൊക്കെ ഈ ലോകത്തിൻ്റെ സിസ്റ്റമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിനൊരു സിസ്റ്റം ഉണ്ട്. ഇതൊന്നും ഇല്ലെങ്കിലും നിന്നെ നടത്താൻ ദൈവം ശക്തനാണ്. കാരണം ഈ ഭൂമിയിൽ നിനക്കൊരു വീട് വേണം. അതിനുവേണ്ടി നീ ലോൺ എടുത്ത് വീട് വെച്ച് മരണം വരെ ലോൺ അടച്ച് സ്വസ്ഥതയും സമാധാനമല്ലാതെ നീ മരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ കഠിനമായി അധ്വാനിക്കും, വേർപ്പൊഴുക്കും, നിന്റെ ലൈഫിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല, ഉറക്കമില്ല. ഹല്ലേലൂയ. പ്രൈസ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ 8 കോടി രൂപയുടെ വീടുള്ള ഒരാളിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരാളിനോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. 8 കോടി രൂപയുടെ വീട് അദ്ദേഹത്തിനുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു ബെഡ്റൂം കണ്ടു കഴിഞ്ഞാൽ ഒരു 2 നില വീടിന്റെ അത്രയും വലിയൊരു വീടിന്റെ സെറ്റപ്പ് ഉണ്ട് ഒരു ബെഡ്റൂമിനെന്നാണ് പറയുന്നത്. കാരണം അതിനകത്ത് ഭാര്യയ്ക്കും ഭർത്താവിനും സന്തോഷമായി കിടക്കാൻ സാധിക്കുന്നില്ല. അവസാനം അവർക്കൊന്ന് ഉറങ്ങാൻ സാധിച്ചത് കർത്താവിനെ അറിഞ്ഞപ്പോഴാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തെ അറിഞ്ഞപ്പോഴാ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള 8 കോടിയുടെ വീടുള്ളവർക്ക് ദൈവത്തെ അറിഞ്ഞപ്പോഴാ സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ ലോകം പറയുന്ന സിസ്റ്റത്തിലല്ല ഒരു മനുഷ്യന്റെ ജീവിതം. നിനക്ക് സ്ഥലമുണ്ടായിരിക്കാം, വീടുണ്ടായിരിക്കാം, കാറുണ്ടായിരിക്കാം, വില കൂടിയ പലതും കാണാം. എന്നാൽ ദൈവം പറയുകയാണ്, മോശയോട് പറഞ്ഞു, ഞാൻ നിനക്ക് സ്വസ്ഥത തരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിനക്ക് സ്വസ്ഥത തരും. എന്റെ ദൈവം നിനക്ക് സ്വസ്ഥത തന്നാൽ മാത്രമേ ഈ ലോകത്ത് എന്തൊക്കെ ഉണ്ടെങ്കിലും എന്റെ കർത്താവ് നിനക്ക് സ്വസ്ഥത തന്നാലേ നിനക്ക് അത് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. സമാധാനം ദൈവമാണ് തരേണ്ടത്, കൃപ ദൈവമാണ് തരേണ്ടത്. എന്റെ ദൈവത്തിന്റെ കൃപയില്ലെങ്കിൽ, സ്വസ്ഥത ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എന്തെങ്കിലും ഈ ലോകത്ത് എന്തുണ്ടെങ്കിലും എന്റെ കർത്താവിന്റെ സ്വസ്ഥത നമ്മുടെ ഉള്ളിൽ വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഈ ജനം പറയാണ്, എനിക്ക് ഉള്ളി വേണം, എനിക്ക് വെള്ളരിക്ക. ഞങ്ങൾ വെള്ളരിക്ക കഴിച്ചുകൊണ്ട് കിടന്നു, ഉള്ളി കഴിച്ചുകൊണ്ട് കിടന്നു, ചിറ്റുള്ളി കഴിച്ചുകൊണ്ടിരുന്നു. അവർക്ക് ആ ലെവലേ ഉള്ളൂ, സ്റ്റാൻഡേർഡേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഉള്ളിയുടെ ആൾക്കാരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് നീ ദൈവത്തിന്റെ മക്കളാ, ദൈവത്തിന്റെ ജനമാണ്. നിന്നെ ഞാൻ പുറത്ത് കൊണ്ടുവന്നിരിക്കുന്ന നിന്റെ ലൈഫിൽ നീ കണ്ടിട്ടില്ലാത്ത ചിലതൊക്കെ നീ കഴിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്വോത്രം. ലോദോബാർ എന്ന് പറയുന്ന സ്ഥലത്ത് മെഫീബോശേത്ത് എന്ന് പറയുന്ന
ഒരു വ്യക്തി യോനാഥന്റെ മകൻ മെഫീബോശത്തിനെ കൊണ്ടുവന്ന് തൻ്റെ അപ്പം മരിച്ചു രാജകൊട്ടാരത്തിൽ കടന്നവനാ ജീവിച്ചന. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് ലോദബാർ എന്ന് പറയുന്ന ഒരു ഹട്ടിനകത്ത്, ഒരു കുടിലിനകത്ത് മുടന്തനായി ഒരാൾ എടുത്തുകൊണ്ട് ഓടിയപ്പോൾ കുഞ്ഞായ സമയത്ത് വീണ് കാല് ഉളുക്കി മുടന്തനായി പോയൊരു കുഞ്ഞ്. പ്രൈസലോ, അവൻ്റെ അപ്പനും അപ്പൂപ്പനും എല്ലാം രാജാക്കന്മാരായിരുന്നു, എന്നാൽ തകർന്നു കിടക്കുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് ദാവീദ് രാജാവായപ്പോൾ ദാവീദ് ആദ്യം വിളിച്ചത് യോനാഥന്റെ മകനായ മെഫീബോശത്തിനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു കുടിലിനകത്താണ്, എന്നാൽ ഉച്ചയായപ്പോൾ സൈന്യം വന്ന ഈ വ്യക്തിയെ എഴുന്നേൽപ്പിച്ച് പുറത്തു കൊണ്ടുവന്നു. ഇവൻ പേടിച്ചു പോയി. തൻ്റെ അപ്പനെ അപ്പൂപ്പനെയൊക്കെ കൊന്നുകളഞ്ഞ ദാവീദ് തന്നെ സൈന്യത്തെ വിളിച്ചുകൊണ്ട് പോകണമെങ്കിൽ എന്നെയും കൊല്ലാനായിരിക്കുമെന്ന് അവൻ ചിന്തിച്ചു. പക്ഷെ കൊല്ലാനല്ല, രാജഭോജനം കഴിക്കുവാൻ കുടിലിനകത്ത് കടന്നവനെ ഒറ്റ നിമിഷം കൊണ്ട് രാജകീയ ഭോജനം കഴിക്കുന്നവനാക്കി മാറ്റിയ ദൈവം ഇന്ന് പകലും ഈ ദൈവം എന്നോടും നിന്നോടും പറയുകയാണ്. ഇതിനകത്തിരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ സ്ഥിതി മാറ്റുവാൻ ദൈവം ശക്തനാണ്. നിന്നെ ഒറ്റ നിമിഷം കൊണ്ട് രാജകീയ ഭോജനം കഴിക്കുന്ന ഒരു രാജാവാക്കി മാറ്റുന്ന, നിന്റെ സ്ഥിതി മാറ്റുന്ന, വരുന്ന നാടുകളിൽ നീ ഞെട്ടിപ്പോകുന്ന രീതിയിൽ നിന്റെ രാജകീയ അനുഭവത്തിലേക്ക് നീ നടത്താൻ പോവുകയാണ്. ഇതിനകത്തിരിക്കുന്ന ചിലര് വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞ് ആമേൻ പറയുമ്പോൾ നീ കാണാത്തൊരു കാഴ്ച, നീ സ്വപ്നത്തിൽ പോലും കാണാത്ത ചിലരെയൊക്കെ നീ കാണാൻ പോകുന്നു. നീ സ്വപ്നത്തിൽ കാണാത്ത ചില അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നു. നീ ഒരിക്കലും ആഗ്രഹിച്ചാലും നടക്കത്തില്ലെന്ന് നിന്റെ ചുറ്റുപാട് കണ്ടുകൊണ്ട് ഇതൊരിക്കലും എന്റെ ജീവിതത്തിൽ നടക്കത്തില്ല, കാരണം എന്റെ ചുറ്റുപാട് ഇതാണ്, ഞാൻ കിടക്കുന്ന കുടിലിലാണ്, എന്റെ കുടുംബത്തിന്റെ സ്ഥിതി ഇതാണ്, എങ്ങനെ ഞാൻ ഉന്നതങ്ങളിൽ പോകും, എങ്ങനെ രാജകൊട്ടാരത്തിൽ ഇരിക്കും? എന്നാൽ എന്റെ കർത്താവ് പറയുന്നു, എന്നാൽ സാധിക്കാത്ത വലിയ കാര്യങ്ങളുണ്ടോ? എന്തെങ്കിലും കാര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. സഹായിപ്പാതിരിപ്പാൻ എന്റെ കൈ കുറുകിയിട്ടുണ്ടോ? മോശയോട് ദൈവം ചോദിച്ചു, എന്റെ കൈ കുറുകിയിട്ടുണ്ട്. മോശ ചോദിക്കുകയാണ്, പിന്നെ ദൈവമേ ഇതെങ്ങനെ സാധിക്കും? 6 ലക്ഷം കാലാൾ എൻ്റെ കൂടെ ഉണ്ട്, ഇവർക്ക് എങ്ങനെയാണ് പിന്നെ ഇറച്ചി കൊടുക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. മോശ ചോദിച്ച കാര്യം, ശുശ്രൂഷകൻ, ഒരു അഭിഷിക്തൻ, ഒരു വെളിപ്പാടുള്ള ദർശനമുള്ള ദൈവത്തെ നേരിട്ട് കണ്ടിട്ടുള്ള മോശ പോലും ഈ ദൈവത്തിനോട് ചോദിക്കുകയാണ്. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൽ ചോദിക്കുകയാണ്, എൻ്റെ കൂടെയുള്ള 6 ലക്ഷം വരുന്ന കാലാളിന് എങ്ങനെയാണ്, എത്ര ആടുകളെ നമുക്ക് വെട്ടേണ്ടി വരുമെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോഴാണ് മോശയുടെ സ്റ്റാൻഡേർഡും ദൈവത്തിന് മനസ്സിലായി. ദൈവം പറഞ്ഞു, നിന്നെയൊക്കെ വിളിച്ച എന്നെ വേണം പറയാൻ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നമ്മളെല്ലാം നോക്കി പലപ്പോഴും ദൈവം പറയുകയാണ്, ചിരിക്കുകയാണ്, സഹിക്കാൻ വയ്യ. കാരണം നമ്മുടെ ചോദ്യവും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ വിശ്വാസമില്ലായ്മയും നമ്മുടെ പിറുപിറുപ്പും നമ്മുടെ ദുശാഠ്യവും മത്സരവും നമ്മുടെ സംശയവും ഒക്കെ കണ്ട് ദൈവം ഇങ്ങനെ പറയുകയാണ്, നിങ്ങളെയൊക്കെ വിളിച്ചു പോയല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. കാരണം അത്രയും സഹിക്കാൻ വയ്യാതിരിക്കുക ദൈവത്തിന്. കാരണം ആ ദൈവം ആരെന്ന തിരിച്ചറിവ് നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ നമ്മൾ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മോശ ചോദിച്ചു, ഇതെങ്ങനെ സാധിക്കും? ദൈവം പറഞ്ഞു, നാളെ ഈ നേരത്ത് ഞാനത് ചെയ്യും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മളെ ദൈവം ഒന്നും നേരത്തെ പറഞ്ഞ് കാണിച്ചു തന്ന് വിളിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ധൈര്യം ഉണ്ടെങ്കിലേ ദൈവസേന നിൽക്കാവൂ. അല്ലെങ്കിൽ ഇപ്പോഴേ ഇത് നല്ല സമയമാണ്, ഓടി വീടുകളിൽ വേറെ പണ്ടത്തെ പോലെ ക്ഷേത്രത്തിൽ പോവുകയോ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പോകുന്നത് നല്ലത്. പക്ഷെ ധൈര്യവും ഉറപ്പും ഉള്ളവർ മാത്രമേ ഇന്ന് പകൽ ഈ ദൈവസന്നിധി നിൽക്കാവൂ. കാരണം നിന്റെ മുമ്പിൽ ഒന്നും എഴുതി തന്നിട്ട് ദൈവം നിന്നെ വിളിക്കില്ല. ഞാൻ നിന്നെ അതാക്കാം ഇതാക്കാം, ഞാൻ നിനക്കൊന്നും കാണിച്ചു തരത്തില്ല. ഇതിനകത്ത് ചില മരുഭൂമിയുടെ അവസ്ഥയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒന്നും നിനക്ക് വാക്കൊന്നും തരുന്നില്ല ദൈവം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ ദൈവം വിളിച്ചിട്ട്, ഞങ്ങളെയൊക്കെ ദൈവം വിളിച്ചു, ദൈവത്തിന്റെ മഹത്വം കണ്ടു, ഇറങ്ങി. പക്ഷെ ഞങ്ങൾ കണ്ടില്ല. ഇതുപോലെ മയക്കം പിടിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതും ഞങ്ങൾ കണ്ടില്ല, ഞങ്ങൾ അറിഞ്ഞില്ല. ശുശ്രൂഷകനാകുമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ ആഗ്രഹിച്ചില്ല, മോഹിച്ചില്ല. നെടുമങ്ങാട് പട്ടണത്തിൽ ഒരു സഭയുണ്ടാവുമെന്ന് ഞങ്ങളോട് ദൈവം പറഞ്ഞില്ല. പല പ്രവാചകന്മാരൊന്നും ഒരുപാട് ദൂത് പറഞ്ഞു, പക്ഷേ ഇതൊന്നും വ്യക്തമായിട്ട് പറഞ്ഞില്ല. ഇതൊക്കെ അംശമായിട്ടേ ദൂതൊക്കെ വരുള്ളൂ. എത്ര വലിയ പ്രവാചകം പ്രവചിച്ചാലും നമ്മളെക്കുറിച്ച് വ്യക്തതയോടെ ഒരാൾക്കും ദൈവം വെളിപ്പാട് കൊടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. കുറച്ചൊക്കെ ചെറിയ കാര്യങ്ങൾ അംശമായിട്ടുള്ളത് മാത്രമേ പറയത്തുള്ളൂ. ഇതുപോലെ നെടുമങ്ങാട് ഒരു സഭയുണ്ടാകുന്ന ആരും പ്രവചിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ആഗ്രഹിച്ചില്ല, നമ്മൾ സ്വപ്നം പോലും കണ്ടില്ല. പക്ഷെ നീ സ്വപ്നം പോലും കാണാത്തതും നിനക്കൊരു യോഗ്യതയും ഇല്ലാത്ത കാര്യം ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ ചെയ്തെടുക്കാനാ വിളിച്ചത്. നിന്നെ വിളിച്ചത് പണ്ടത്തെ പോലെ ജീവിക്കാനല്ല, പഴയതുപോലെ വസ്ത്രം ധരിക്കാനല്ല, പഴയതുപോലെ ജീവിക്കാനല്ല, പഴയതുപോലെ കുടിലിനകത്ത് കിടക്കാനല്ല.
നിന്നെ ദൈവമാണ് വിളിച്ചിട്ടുള്ളതെന്ന് എങ്ങനെ അറിയാം? നിന്റെ ലൈഫിൽ ഒരു ഫലം കായ്ക്കുന്ന അനുഭവം വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. അഹരോന്റെ വടി തളിർത്ത പൂത്ത് കായ്ച്ചതുപോലെ ഇന്ന് പകൽ ദൈവം വിളിച്ച ചിലരുടെയൊക്കെ ജീവിതത്തിൽ ഒരു തളിർത്ത പൂത്ത് കായ്ക്കുന്ന ഒരു സീസണിലോട്ട് ആത്മാവ് കൊണ്ടുവരാൻ പോകുന്നു. കരങ്ങളെ അടിച്ച് ദൈവത്തെ ശക്തിയോടെ മഹത്വപ്പെടുത്താം. നിന്റെ കരത്തെ ദൈവം ഒരു അടയാളമാക്കി മാറ്റാൻ പോകുന്നു. ഒന്നുമില്ലായ്മയുടെ നടുവില് സ്വർഗം നിന്നെ വിളിക്കത്തില്ല. നിന്നെ കുറിച്ച് ദൈവത്തിന് ഒരു വലിയ പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. സംശയിക്കരുത്, സംശയിക്കരുത്, പിറവിറക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദുശാഠ്യത്തോടെ നീ ജീവിക്കരുത്, പിറവിറക്കരുത്. പ്രൈസ് ദി ലോർഡ്. ജാതികളുടെ സ്വഭാവം നീ കാണിക്കരുത്. നമ്മളെല്ലാം ജാതികളായിരുന്നു, നമ്മളെല്ലാം കർത്താവിനെ അറിഞ്ഞവരാണ്. പക്ഷേ ഇന്നും ജാതികളായിരുന്നപ്പോൾ ഉണ്ട് അതേ സ്വഭാവവും അതേ പെരുമാറ്റവും അതേ പ്രവൃത്തിയും അതേ ചിന്താഗതിയിലുമാണ് നീ ജീവിക്കുന്നതെങ്കിൽ നിനക്കൊരു അത്ഭുതത്തെ കാണുവാൻ സാധിക്കത്തില്ല. പ്രൈസ്. അത്ഭുതം കാണണമെങ്കിൽ നീ സൂപ്പർ നാച്ചുറലായിട്ട് വിശ്വസിക്കണം. എന്നെ വിളിച്ചൊരു ദൈവമുണ്ട്. എന്റെ കഴിവ് കൊണ്ടല്ല, ബുദ്ധി കൊണ്ടല്ല, ശക്തി കൊണ്ടല്ല. എന്റെ ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ മരുഭൂമിക്കകത്ത് എന്നെ നടത്താൻ ശക്തനാണ്. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നി സ്തംഭമായി എന്റെ കൂടെ നടക്കുന്ന ദൈവം. മോശയും യോശുവയും ഇപ്രകാരം പറഞ്ഞു, ദൈവമേ ഈ ജനം എനിക്ക് വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് കനാൻ ദേശം ആവശ്യമില്ല, ഞങ്ങൾക്ക് ആവശ്യം അങ്ങയുടെ സാന്നിധ്യമാണ്. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് മതി. പ്രൈസ് ദി ലോർഡ്. അങ്ങയുടെ മഹത്വം ഞങ്ങൾക്ക് കാണണം. പ്രൈസ് ദി ലോർഡ്. അവർക്ക് വെളിപ്പാടുള്ളത് കൊണ്ട് അവർ പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. മോശയ്ക്ക് വെളിപ്പാടുണ്ട്, യോശുവയ്ക്കും വെളിപ്പാടുണ്ട്. ഇതിനകത്ത് നമ്മളോട് ചോദിക്കും, നിങ്ങളുടെ പ്രാർത്ഥന എങ്ങനെയാണ്? വീട് വേണം, കാറ് വേണം, സ്ഥലം വേണം, രോഗസൗഖ്യം വേണം, ഇതാണ് നിങ്ങളുടെ പ്രാർത്ഥന എങ്കിൽ അത് തരാൻ ദൈവത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, തരും. എന്നാൽ എല്ലാത്തിനേക്കാൾ ഉപരിയാണ് ഇന്ന് പകൽ ദൈവത്തിന്റെ സാന്നിധ്യം. ആ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ മുമ്പേ ഉണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നിന്റെ കൂടെ ആ ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ നീ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി, പ്രൈസ് ദി ലോർഡ്, നിന്റെ ഹൃദയത്തിൽ എന്തെങ്കിലും ചെറുതായിട്ട് ആഗ്രഹിച്ചാൽ അതിനേക്കാൾ വലുതായിട്ട് തരുവാൻ ദൈവത്തിന് സാധിക്കും. ശലോമോനോട് ചോദിച്ചു, നിനക്ക് എന്ത് വേണം? ശലോമോൻ പറഞ്ഞു, ഈ ജനത്തെ നടത്താനുള്ള ജ്ഞാനം എനിക്ക് മതി. ആ ശലോമോനോട് ദൈവം പറഞ്ഞു, നീ ജ്ഞാനം മാത്രമേ ചോദിച്ചുള്ളൂ, എന്നാൽ അതോടുകൂടി ഞാൻ സമ്പത്ത് കൂടെ തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. നീ സമ്പത്ത് ചോദിച്ചിരുന്നെങ്കിൽ നിനക്കൊന്നും കിട്ടത്തില്ലായിരുന്നു. എന്നാൽ ഈ ജനത്തെ നടത്താൻ വേണ്ടിയുള്ള ജ്ഞാനം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ച ശലോമോനെ സമ്പത്ത് കൊണ്ട് നിറച്ചെങ്കിൽ ആദ്യം അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടി നിങ്ങൾക്ക് സകലതും ലഭിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. കർത്താവ് പറയുന്നു, ദൈവം ആരെന്ന് തിരിച്ചറിയുക. പ്രൈസ് ദി ലോർഡ്. ദുശാഠ്യങ്ങൾ അവസാനിപ്പിക്കുക, പിറുപിറുപ്പ് അവസാനിപ്പിക്കുക, സംശയങ്ങൾ അവസാനിപ്പിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പക്ഷേ വിശ്വാസം, നമ്മുടെ ഹൃദയത്തിനകത്ത് ആ വിശ്വാസം പലപ്പോഴും ഇല്ല. നമ്മൾ എത്ര അനുഗ്രഹം പ്രാപിച്ചാലും എത്ര വിടുതൽ പ്രാപിച്ചാലും നമ്മൾ ഈ ദൈവത്തെ മറന്നു പോകാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് ജനം ചോദിക്കുകയാണ്, ഈ മരുഭൂമിയിൽ മേശ ഒരുക്കാൻ ദൈവത്തിന് പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പാറയിൽ നിന്ന് വെള്ളം തന്ന ദൈവത്തിന് ഞങ്ങൾക്ക് ഈ മരുഭൂമിയിൽ കാടപ്പക്ഷി അല്ലെങ്കിൽ ഭക്ഷണം തരാൻ പറ്റുമോ? ഇറച്ചി തരാൻ സാധിക്കുമോ? ദൈവത്തിനോട് ജനം ചോദിക്കുന്ന ചോദ്യമാണ്. ആ ജനത്തെയാണ് ദൈവം സംഹരിച്ചു കളഞ്ഞു. 23,000 പേരെ ഒറ്റയടിക്ക് കൊന്നു. അത് പഴയ നിയമത്തിലാണ്. ഇന്ന് പുതിയ നിയമത്തിലായതുകൊണ്ടെന്ന് നമ്മളെല്ലാം പെട്ടെന്ന് സൂപ്പർ ഫാസ്റ്റ് പോലെ പോകാതെ ഇവിടെ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. ഹല്ലേലൂയ. നമ്മളൊക്കെ എത്രയോ വേഗത്തിൽ പോകേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ വിശ്വാസം അനുസരിച്ച്, നമ്മുടെ പ്രാർത്ഥനയും നമ്മുടേതനുസരിച്ച് എന്നേ കർത്താവ് ഇതെടുത്ത് ദൂരെ കളയേണ്ട സമയം കഴിഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ ഇന്ന് കൃപായുഗമാണ്. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥനായിരിക്കുന്നത് കൊണ്ട്, ആ പിതാവിനോട് നമ്മൾക്ക് വേണ്ടി അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട്, നാളെ നിന്നിൽ ഫലം കായ്ക്കുമെന്ന് കരുതി നിന്നെ വെട്ടാതെ നിർത്തിയിരിക്കുകയാണ് ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇതിനെ വെട്ടി ദൂരെ കളയാൻ ദൈവം പിതാവ് ഒരുപക്ഷെ ആഗ്രഹിച്ചായിരിക്കാം. എന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു വർഷം കൂടെ നോക്കാം, നമുക്ക് ഇത് ഫലം കായ്ക്കുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി നമുക്കുണ്ട്. അതാണ് കർത്താവ്. ആ കർത്താവിന്റെ കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. നീ അവിശ്വസ്തനാണെങ്കിലും, അബ്രഹാമിനോട് ദൈവം പറയും, നീ അവിശ്വസ്തനാണെങ്കിലും ഞാൻ വിശ്വസ്തനായി പാർക്കുകയാണ്. നീ അവിശ്വസ്തനാണെങ്കിലും, ഇന്ന് പകൽ നീ അവിശ്വസ്തനാണെങ്കിലും കർത്താവ് പറയും, ഞാൻ നിനക്ക് വിശ്വസ്തനായി പാർക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കൊരിന്ത്യ സഭയ്ക്കകത്തുള്ള മനുഷ്യരുടെ ഹൃദയത്തിനകത്തുള്ള കഠിനതകളും അവരുടെ ഹൃദയത്തിനകത്തുള്ള പിറുപിറുപ്പും ദേഷ്യവും ശാഠ്യവും മത്സര മനോഭാവങ്ങളും ഇന്ന് പകൽ അത് അഴിഞ്ഞു പോകട്ടെ. കരങ്ങളെ അടിച്ച പൈശാചിക ബന്ധനങ്ങൾ ഇന്ന് പകൽ ഈ ജനത്തിനെ വിട്ട്, ദുശാഠ്യമുള്ള ജനം, ദുശാഠ്യമെന്ന ദുരാത്മാവ്
ആ ഹൃദയ കാഠിന്യം, അഹങ്കാരം, നിഗളം, ദുശാഠ്യം, വൈരാഗ്യം, പക, ഇതെല്ലാം യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ, പൊട്ടിമാറട്ടെ. ഒരു വലിയ ബ്രേക്ക് ത്രൂ സംഭവിക്കട്ടെ. ജാതീക സ്വഭാവങ്ങൾ അടിയട്ടെ. നിന്നെയും എന്നെയും ദൈവം വിളിച്ചത് രാജകീയ പൗരോഹിത്യത്തില്, രാജകീയമായ അഭിഷേകത്താൽ നടത്താനാണ്. നമ്മൾക്ക് ഒരു സിറ്റിസൺഷിപ്പ് ഉണ്ട്. അത് വിശുദ്ധമായ ദൈവത്തിന്റെ രാജ്യത്തിനകത്ത് ജീവിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ അകത്ത് ഉള്ള വിത്ത് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ വിത്താണ്. പ്രൈസ്. നമ്മുടെ അപ്പന്റെ അമ്മയുടെയൊക്കെ വിത്തുകളാൽ ജനിക്കപ്പെട്ട നമ്മൾ ഇന്ന് യേശു ക്രിസ്തുവിന്റെ കെടാത്ത ബീജത്താൽ പുതിയതായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വിത്ത് അകത്ത് വന്നാൽ ഇത് ഒരിക്കലും കെട്ടുപോകുന്ന വിത്തല്ല. ഇത് മറ്റൊരു രാജ്യത്തിനകത്ത് നമ്മളെ കൈപിടിച്ച് കയറ്റാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് ദൈവം പണിത ദൈവരാജ്യത്തിനകത്താണ്. ഹല്ലേലൂയ. ഈ ദൈവരാജ്യത്തിനകത്ത് കയറുമ്പോൾ നേരത്തെ ദൈവജനം പ്രാർത്ഥിച്ചതുപോലെ ഉള്ളി കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഹല്ലേലൂയ. നിന്റെ സംസാരത്തിനും പെരുമാറ്റത്തിനും പ്രവർത്തിക്കും ചിന്താഗതികൾക്കും നിന്റെ കാഴ്ചപ്പാടുകൾക്കും ഇന്ന് പകൽ ഒരു വലിയ മാറ്റം സംഭവിക്കപ്പെടണം. നീ ഒരു യഥാർത്ഥത്തിൽ നിന്റെ രാജ്യം മാറിയിരിക്കുന്നു. നിന്റെ രാജ്യം മാറിയിരിക്കുകയാണ്. നീ ദൈവരാജ്യത്തിനകത്തായിരിക്കുകയാണ്. ഈ ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. നീ ചിന്തിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ നീ ചോദിക്കുന്നതിനും അതിനേക്കാൾ അധികമായി തരുവാൻ എന്റെ ദൈവത്തിന് സാധിക്കും. ദൈവം പറയുന്നു, നിന്റെ ബുദ്ധിമുട്ടുകളൊക്കെയും തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം തീർത്ത് തരുവാൻ ദൈവം ശക്തനാണ്. അതുകൊണ്ട് നിന്റെ ചോദ്യങ്ങൾ മാറട്ടെ, നിന്റെ പ്രാർത്ഥനകൾ മാറട്ടെ, നിന്റെ ആഗ്രഹങ്ങൾ മാറട്ടെ. യോശുവ പറഞ്ഞു, അങ്ങയുടെ സാന്നിധ്യം എനിക്ക് മതി. മോശ പറഞ്ഞു, അങ്ങയുടെ സാന്നിധ്യം എനിക്ക് മതി. എനിക്ക് അങ്ങയുടെ മഹത്വം കാണണം. ഈ ജനമല്ല എനിക്ക് വലുത്, എനിക്ക് അങ്ങയുടെ മഹത്വം കാണണം. എനിക്ക് അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ മാതാവ് ഏകദേശം 3-4 പ്രാവശ്യമെങ്കിലും കർത്താവിനെ ഇന്ന് നോർത്ത് ഇന്ത്യയിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. വർഷങ്ങളായിട്ടുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവരുടെ ഏറ്റവും വലിയ കാര്യം എപ്പോഴും ഞാൻ നോക്കുന്നുണ്ട്. എപ്പോഴും എൻ്റെ മാതാവിൻ്റെ ഉള്ളിൽ ആ ദൈവത്തെക്കുറിച്ചും ദൈവസാന്നിധ്യം ദൈവികമായ കാര്യങ്ങളാണ് എപ്പോഴും വായിൽ നിന്ന് വരുന്നതും. വിശ്വാസത്തിൻ്റെ കാര്യങ്ങളും എപ്പോഴും ആ കർത്താവിൻ്റെ രാജ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് മാതാവ് സംസാരിക്കുന്നത്. വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഈ ലോകപ്രകാരമുള്ള വാക്കുകൾ സംസാരമായിരിക്കും. ഇപ്പോൾ ബന്ധുക്കളെ വീട്ടിൽ പോയാലും അവർ പറയുന്നത് ലോകപ്രകാരമുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ പറയുന്നത്. പക്ഷെ എൻ്റെ മാതാവിൻ്റെ അടുക്കൽ സംസാരിക്കാൻ പലർക്കും ഒരിതാണ്. കാരണം മാതാവ് വാ തുറന്നാൽ എപ്പോഴും ദൈവകാര്യങ്ങളെ പറയുള്ളൂ. ഈ നുണയും പരദൂഷണവും ഇങ്ങനെയുള്ള കാര്യങ്ങളും പറയത്തില്ല. അതുകൊണ്ട് ചില ആൾക്കാർക്ക് മാതാവിനോട് സംസാരിക്കാൻ ബന്ധുക്കൾക്കാണെങ്കിൽ ചിലർക്ക് വലിയ താല്പര്യം കാണത്തില്ല. കാരണം അവർ പറയുന്ന നുണയും പരദൂഷണവും പറയാൻ വേണ്ടി മാത്രമാണ് ഇവർ കൂടുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷെ എൻ്റെ മാതാവ് എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരെപ്പോഴും പറയുന്നത് ആത്മീകമായ കാര്യങ്ങളാണ്. സ്തുതികളും സ്തോത്രങ്ങളും ആത്മീക കാര്യങ്ങളും ദൈവത്തോട് അടുക്കാനുള്ള കാര്യവും പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും സാക്ഷ്യങ്ങളെക്കുറിച്ചും മറ്റുള്ളവരോട് പറയുമ്പോൾ അങ്ങനെ ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ മാതാവിൻ്റെ ലൈഫിൽ 4-5 പ്രാവശ്യമെങ്കിലും കർത്താവിനെ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പം നിങ്ങൾ ഇതിനകത്തിരിക്കുന്നത് എത്ര പേര് യേശുവിനെ കണ്ടിട്ടുള്ളവരുണ്ട്? ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ എത്ര പേരുണ്ട് ഇതിനകത്ത്? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആഗ്രഹിച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ആ ദൈവത്തിൻ്റെ മുഖം കാണുവാൻ സാധിക്കും. നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം ആ തലവേദന മാറുന്ന വിഷയമല്ല, വീട് കിട്ടണമെന്നുള്ള വിഷയമല്ല. ഇതെല്ലാം അങ്ങ് വിട്ടിട്ട് ഇന്ന് മുതൽ പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? എൻ്റെ കർത്താവേ, എനിക്ക് അങ്ങയുടെ മഹത്വം കാണണം, എനിക്ക് അങ്ങയുടെ സാന്നിധ്യം വേണം. ഇതെത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും? പലപ്പോഴും നിന്റെ ഹൃദയത്തിനകത്ത് നീ നിരാശയോടെ ഭാരത്തോടെ ആയിരിക്കുമ്പോൾ 43-ാമത്തെ സങ്കീർത്തനം അതിന് 5-ാമത്തെ വാക്യം പറയുന്നത് പോലെ നീ വിഷാദിച്ചിരിക്കുന്ന ഞരങ്ങിയിരിക്കുന്ന നീ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അങ്ങനെയുള്ള വ്യക്തികളാണ് പലപ്പോഴും തകർന്നു പോകുന്നത്. നീ ഒറ്റപ്പെട്ട അവസ്ഥ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിരാശയുണ്ട്. ഈ നിരാശയും മനസ്സിനകത്ത് വിഷമവും വരുമ്പോൾ, ഹൃദയത്തിൽ വിഷമം വരുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ, നിരാശ വരുമ്പോൾ നമുക്ക് തോന്നും മരിക്കണം. പ്രൈസ് ദി ലോർഡ്, മരിച്ചാൽ മതി, ഈ ലോകം എനിക്ക് വേണ്ട, എത്രയും വേഗം എനിക്കൊന്ന് മരിച്ച് കിട്ടിയാൽ മതി എന്നൊക്കെ വിചാരിക്കുക. അങ്ങനെയുള്ളവരാണ് ദുശാഠ്യമുള്ള ജനമായി മാറും. നിരാശ കയറുമ്പോഴാണ് മനുഷ്യനല്ലാതായി മാറും. ജീവിതത്തിലെ ഒരു ദാരിദ്ര്യത്തിൻ്റെ അനുഭവം, ഒരു സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസം അങ്ങ് നഷ്ടപ്പെടും. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മൾ നടത്തിയതെല്ലാം നമ്മളങ്ങ് മറന്നു പോകും. ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ച നിങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ല, ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര ദാരിദ്ര്യം, ലോൺ അടയ്ക്കാൻ പറ്റിയില്ല, എന്തെങ്കിലും വിഷയമുണ്ട്. അങ്ങനെ സാഹചര്യം വരുമ്പോൾ പെട്ടെന്ന് തന്നെ കഴിഞ്ഞ നാളുകളിൽ നിങ്ങളെ അത്ഭുതകരമായി നടത്തിയ ദൈവത്തിനെ നിങ്ങൾ മറക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെ നമ്മൾ അങ്ങോട്ട് നിരാശയുടെ വാക്ക്, പെറുപെറുപ്പ്,
പിന്നെ ഒക്കെ അങ്ങനെ നമ്മൾ തുടങ്ങാനിടയാകും. ഹല്ലേലൂയ. എന്നാൽ ദൈവം പറയുകയാണ്, നിന്റെ ഹൃദയം മാൻ നീർത്തോടിനെ കാംക്ഷിക്കുന്നത് പോലെ. പ്രൈസ് ദി ലോർഡ്. മരുഭൂമിയുടെ നടുവിൽ, നിരാശയുടെ നടുവിൽ, പെറുപെറുപ്പിന്റെ നടുവിൽ ഇതിനെയൊക്കെ മാറ്റിവെച്ചിട്ട് കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുകളെ മടക്കി, ഒരു മാൻ എങ്ങനെയാണ് നീർത്തോടുകളെ കാംക്ഷിക്കുന്നത് പോലെ നീയും ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ നടുവിൽ ആയിരിക്കാൻ നീ ശ്രമിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ വലിയ ഒരു വെള്ളത്തിന്റെ നനവുണ്ടാകും. ഒരു ഡ്രൈ ലാൻഡ് ആയിരിക്കുന്ന നിന്റെ സിറ്റുവേഷനുകൾ, ഒന്നുമല്ലാത്ത മരവിച്ച അവസ്ഥകൾ അടുത്ത നിമിഷത്തിൽ, ഒരു നിമിഷം കൊണ്ട് നിന്നെ ഒരു നനവുള്ള പാത്രമാക്കി, ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ എന്റെ ദൈവം ശക്തനാണ്. പ്രാർത്ഥനയാണ് സകലത്തിന്റെ അടിസ്ഥാനം. നീ മുട്ടുമടക്കിയാൽ ചില വഴികൾ ഇന്ന് തുറക്കാൻ പോവുകയാണ്. ഏത് അടഞ്ഞ വാതിലും തുറക്കാൻ ദൈവം ശക്തനാണ്. സഫലമായ ഒരു വാതിൽ ഞാൻ നിനക്ക് വേണ്ടി ഇതാ തുറന്നു വെച്ചിരിക്കുകയാണ്. ഈ വാതിൽ ദൈവാത്മാവ് പറയുന്ന ഒരു വാതിൽ നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. അത് സഫലമായ ഒരു വാതിലാണ്. ഈ വാതിൽ അടയ്ക്കാൻ ആർക്കും പറ്റത്തില്ല. എന്നാൽ ഇന്ന് പകല് ഒരു മാൻ നീർത്തോടിനെ കാംക്ഷിക്കുന്നത് പോലെ ദൈവത്തിനോട് ചേരുവാൻ, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹമുള്ള ഹൃദയമായി മാറുവാൻ, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി മാറുവാൻ നീ തയ്യാറാണെങ്കിൽ ആത്മാവ് പറയുന്നു, നിരാശയുള്ളിടത്ത് അത്ഭുതമില്ല, പിറുപിറുക്കുന്നവരുടെ ഇടയിൽ അത്ഭുതമില്ല, പിന്മാറ്റക്കാരുടെ ഇടയിൽ അത്ഭുതമില്ല, ശാഠ്യമുള്ളവരുടെ മേൽ അത്ഭുതമില്ല. നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു. എന്നാൽ താഴ്മയുള്ളിടത്തോ ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകൽ വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, മരണത്തിന് തുല്യമാണ് നിരാശ. മരണത്തിന് തുല്യമാണ് നിരാശ. മരണത്തിന് തുല്യമാണ് പെറുപെറുപ്പ്. ഞാൻ ചോദിക്കട്ടെ, ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് സന്തോഷമായി ജീവിക്കുകയാണെന്നാൽ ആ ഭർത്താവ് രാപകലില്ലാതെ കഠിനാധ്വാനം ചെയ്ത് അധ്വാനിച്ച് അതിൻ്റെ കുടുംബത്തെ എല്ലാം പോറ്റി പുലർത്തി അവർ വീടും കാര്യങ്ങളും സ്ഥലങ്ങളും കാറും എല്ലാം ഉണ്ട്, എല്ലാ സെറ്റപ്പും കൊടുക്കുകയാണെങ്കിലും കൂടെ താമസിക്കുന്ന ഭാര്യയെ എപ്പോഴും പെറുപെറുത്തു കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഒരു തൃപ്തിയില്ലാത്ത വാക്ക് പറയുകയാണെങ്കിൽ ഈ ഭർത്താവ് ഹൃദയത്തിൽ ചിന്തിക്കും, ഇവളൊന്ന് മരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇത് വിട്ടു പോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇത്രയും ഞാൻ കഠിനാധ്വാനം ചെയ്ത് നന്നായിട്ട് നോക്കിയിട്ടും ഒരു ആത്മാർത്ഥതയില്ലല്ലോ, ഒരു സ്നേഹമില്ലല്ലോ, ഒരു താല്പര്യമില്ലല്ലോ. എപ്പോഴും കുറ്റവും കുറവുമാണല്ലോ പറയുന്നത്. എപ്പോഴും ഒരു സംതൃപ്തിയില്ലാത്ത വാക്കാണല്ലോ. ഹല്ലേലൂയ. എങ്ങനെ ആ വ്യക്തിക്ക് ആ സ്ത്രീയോട് ജീവിക്കാൻ സാധിക്കും? ഹല്ലേലൂയ. എന്നതുപോലെയാണ് നമ്മളോടൊപ്പം ആയിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ പിറുപിറുപ്പ് കൊണ്ടും നിരാശയുടെ വാക്കുകൊണ്ടും നന്ദിയില്ലാത്ത ഹൃദയം കൊണ്ടും നമ്മൾ ദുഃഖിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ ക്ഷമ ചോദിക്കണം. നമ്മൾ ഓരോരുത്തരും ആത്മാവിനോട് നമ്മൾ ക്ഷമ ചോദിക്കണം. കാരണം നമ്മൾ എത്രത്തോളം അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടവരാ. പക്ഷേ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് പിറുപിറുത്ത് നിരാശയുള്ള വാക്കുകൾ പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് നമ്മൾ കർത്താവിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന്റെ ആ കരത്തിന്റെ അത്ഭുതങ്ങളെ നമ്മൾ വിശ്വസിക്കാൻ തയ്യാറല്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിനാണോ ദൈവം നമ്മളെ വിളിച്ചത്? സ്തോത്രം. നിരാശയുള്ളിടത്ത് ദൈവം അത്ഭുതം ചെയ്യത്തില്ല. നിരാശ വരുമ്പോൾ ആരാധനയ്ക്ക് പോകണ്ടെന്ന് തോന്നും. ആരാധനയ്ക്ക് പോകാതെ ആക്കുന്നതാണ് പിശാചിന്റെ തന്ത്രം. പിശാചിന്റെ തന്ത്രങ്ങളേ ഉള്ളൂ, അവന് ശക്തിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഒന്നും മുമ്പിൽ പിശാച് വന്ന് അങ്ങോട്ട് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് നിന്നിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന ആളല്ല. അതൊന്നും ഇല്ല ഇപ്പൊ പിശാച്. ഇപ്പൊ പബ്ലിക് പ്ലേസിലൊന്നും പിശാചിന് വന്ന് നിൽക്കാൻ പറ്റാതായി പോയി. പണ്ടൊക്കെയാണ് ഇരുട്ടുള്ള സ്ഥലം, ഇതൊക്കെയാണ് പണ്ട് ആൾക്കാർ, കള്ളന്മാരൊക്കെ പലതിൻ്റെയും പേരും പറഞ്ഞൊക്കെ ആൾക്കാർ പറ്റിക്കുമായിരുന്നു. വെള്ള വസ്ത്രമൊക്കെ ഇട്ടുകൊണ്ട് വന്ന ആൾക്കാർ യക്ഷിയാണ് വെറുതെ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നിനും വെളിയിൽ ഇറങ്ങാൻ വയ്യ. പ്രൈസ് ദി ലോർഡ്. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ എവിടെ പോയി യക്ഷിയൊക്കെ? പണ്ട് ഒരുപാട് പേര് യക്ഷിയുണ്ട്, മാടനുണ്ട്, മറതയുണ്ട്. ഇപ്പോൾ എവിടെ പോയി? വെളിച്ചം വന്നപ്പോൾ ഇതിനൊന്നും കാണാനില്ല. ഇതൊക്കെ പണ്ട് കുറെ കള്ളന്മാർ ചെയ്ത പരിപാടികളാണ്. അക്കരെ രണ്ടുപേര്, ഒരാൾ അക്കരെ നിൽക്കും, ഒരാൾ ഇക്കരെ നിൽക്കും, എന്നിട്ട് അലറി വിളിക്കും. അപ്പോൾ നാട്ടുകാരെല്ലാം പേടിച്ചകത്ത് കയറി കിടക്കും. മാടനാണ്, മറതയാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അകത്ത് നിൽക്കുമ്പോൾ ഇവർ സൂപ്പറായിട്ട് മോട്ടിച്ചോണ്ട് പോകും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എല്ലായിടത്തും ഇലക്ട്രിസിറ്റി വന്നു. ആ വെളിച്ചം വന്നതോടുകൂടി ഒരു കള്ളന്മാർക്കും വെളിയിറങ്ങി ആരെയും പറ്റിക്കാൻ വയ്യ. ഇപ്പൊ നമുക്ക് ആരെയും കാണാനില്ല. ചങ്ങലകലിങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ ചാടി അകത്ത് കയറും. ചുമ്മാ ഒരു തുടലും കൊണ്ട് പറ്റി പോയ കഴിഞ്ഞാൽ പറയും മാടെന്താ പോണെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മളെയൊക്കെ പറ്റി അന്ധവിശ്വാസികളായ നമ്മള് പിശാചിന്റെ പേര് പറയും. പെന്തക്കോസ്തുകാരാണ് എന്റെ ഭൂതമുണ്ട്, പിശാചുണ്ട്, ബന്ധനമുണ്ട്, പോരാട്ടമാണ്. യഥാർത്ഥ പോരാട്ടം എന്താണെന്ന് അറിയാമോ? രാവിലെ എഴുന്നേറ്റ് നീ കണ്ണാടിയിൽ നോക്കിയാൽ നീ തന്നെയാണ് പോരാട്ടം. പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥ ഭൂതം ആരാണ്? കണ്ണാടി നോക്കിയാൽ രാവിലെ എഴുന്നേറ്റ് കണ്ണാടി നോക്കുമ്പം കാണാം.
യഥാർത്ഥ ബന്ധനവും യഥാർത്ഥ ഭൂതവും മറുതയും മാടനും എല്ലാം ആ കണ്ണാടിയിൽ തെളിഞ്ഞ് കാണാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേറെ ആരുമല്ല ഭൂതവും ബന്ധനവും. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് നിന്റെ അകത്തുണ്ട്. പക്ഷെ ഇപ്പോഴും നീ പറയുകയാണ്, എനിക്ക് വിടുതലില്ല, എനിക്ക് അനുഗ്രഹമില്ല, എനിക്ക് ഉയർച്ചയില്ല. കരഞ്ഞും നിലവിളിച്ചും പെറുപെറുത്തും വഴിയെ പോണ ആരെങ്കിലും ചിലച്ചോണ്ട് പോയാൽ പിന്നെ അതിനെ ഏറ്റുപിടിച്ച് പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. നാട്ടുകാരുടെ കയ്യിലല്ല നിന്റെ ജീവിതം ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നാട്ടിൽ കിടക്കുന്ന ആൾക്കാരുടെ വാക്ക് കേട്ട് തളർന്ന് കിടക്കാൻ തുടങ്ങിയാൽ ജീവിതകാലത്തൊന്നും നിനക്ക് വിടുതൽ സംഭവിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടി ആകുന്നു. പക്ഷേ ഒറ്റയ്ക്ക് ഇരുന്ന അഭിഷിക്തന്മാരെല്ലാം ഒറ്റയ്ക്കായിരിക്കുന്നത്. എല്ലാ ദൈവദാസന്മാരും എല്ലാ ബൈബിളിനകത്തുള്ള വീരപുരുഷന്മാരും മുഴുവനും ഒറ്റയ്ക്കായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ ഒറ്റയ്ക്ക് അല്ലായിരുന്നു, അവരെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. അവരും ദൈവവുമായിട്ട് മല്ലുപിടിച്ചു, അവരും ദൈവവുമായിട്ട് സംസാരിച്ചു. അതുകൊണ്ട് ചരിത്ര പുരുഷന്മാരുണ്ടായി. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകരം നമുക്ക് പലപ്പോൾ ഒറ്റയ്ക്കിരിക്കാൻ വയ്യ. ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ ഒറ്റയ്ക്ക്. എല്ലാ അഭിഷിക്തന്മാരും ദൈവമക്കൾ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ദൈവത്തെ ക്രൂശിക്കുകയാണ്. വീണ്ടും നമ്മൾ യേശുവിനെ വീണ്ടും ക്രൂശിക്കുകയാണ്. നീ ഒറ്റയ്ക്കല്ല. കർത്താവ് പറഞ്ഞ ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ് എന്ന് ദൈവം നമുക്ക് വാക്ക് തരിക. പക്ഷെ നമ്മൾ പറയാ ഞാൻ ഒറ്റയ്ക്കാണ്. അതാണ് ഏറ്റവും വലിയ പാപം. അടുത്തിരിക്കുന്നവരെ നോക്കി പറഞ്ഞിട്ട് ഈ പാപം ഇനി ആവർത്തിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പാപം എന്നെ നീ ആവർത്തിക്കരുത്. യേശുവിനെ നീ കല്ലെറി. നീ ഒറ്റയ്ക്കാണോ ചോദിച്ചോ? നീ ഒറ്റയ്ക്കാണോ എന്ന് ചോദിച്ചേ. നീ ഒറ്റയ്ക്കാണോ എന്ന് ചോദിക്കുക. പ്രൈസ് ദി ലോർഡ്. ചോദിക്കുക. 1-2 പ്രാവശ്യം നീ ഒറ്റയ്ക്കാണോ എന്ന് ചോദിക്കുക. 2-3 പ്രാവശ്യം ചോദിക്കുക ഒറ്റയ്ക്കാണോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വ്യക്തിയല്ലേ, അഭിഷേകമുള്ള വ്യക്തിയല്ലേ. എന്നിട്ട് നമ്മൾ പറയുകയാണ് ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല. കർത്താവ് മാറി എന്ന് കരച്ചിലോട് കരച്ചില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അലറി കരയുകയാണ്. ഇത്രയും നാൾ ഞാൻ അവനെ ഉള്ളം കയ്യിൽ കൊണ്ടു നടന്ന് ഇത്രയും നടത്തി അത്ഭുതം ചെയ്ത് അവനെ കൊണ്ടുവന്ന് എന്നിട്ട് പറയും ഞാൻ ഒറ്റയ്ക്കാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ രണ്ടുപേര് ഭാര്യ ഭർത്താക്കന്മാരെന്നിട്ട് ഞാൻ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹിക്കുന്ന ഭാര്യയ്ക്കും സ്നേഹിക്കുന്ന ഭർത്താവിനും വിഷമം ഉണ്ടാവും അല്ലേ. അപ്പം ഞങ്ങളെന്നും നിന്റെ കൂടെ ഇല്ലേ എന്ന് ചോദിക്കും. അപ്പനും അമ്മയുടെ മുമ്പിൽ മക്കൾ പറയാണ് ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞാൽ ആ അപ്പൻ്റെയും അമ്മയുടെയും മുന്നോട് പിന്നെ അപ്പനും അമ്മയ്ക്കും മക്കളോട് വിഷമം തോന്നും. അപ്പം നിന്റെ കൂടെ ഞങ്ങളില്ലേ. പ്രൈസ് ദി ലോർഡ്. യേശു ഇന്ന് പകൽ നമ്മളെ കൂടെ ഉണ്ട്. കർത്താവ് നിന്റെ കൂടെയുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? കർത്താവ് യേശു ക്രിസ്തു നിന്റെ കൂടെയുണ്ട്. ഇന്ന് പകൽ യേശു നിന്റെ കൂടെയുണ്ട്. നീ ഒറ്റയ്ക്കല്ല നടക്കുന്നത്. നിന്റെ ലൈഫിൽ നീ ഒറ്റപ്പെട്ടു പോകുന്നവനല്ല. നിന്റെ കൂടെ യേശു ഉണ്ട്. കർത്താവ് നിന്റെ കൂടെ നടക്കുകയാണ്. നീ പലപ്പോഴും യേശുവിനെ കുറ്റപ്പെടുത്തുകയാണ്, ഒറ്റിക്കൊടുക്കുകയാണ്, കല്ലെറിയുകയാണ്. യേശുവിനെ നീ ക്രൂശിക്കുകയാണ്. നീ പറയുന്നു നീ ഒറ്റയ്ക്കാണെന്ന്. പക്ഷേ കർത്താവ് പറയും ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഞാൻ നിന്റെ കൂടെ വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും യേശുവിനെ വീണ്ടും എന്ത് ചെയ്യുക? അപമാനിക്കുക, ക്രൂശിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ കൂടെയുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവം നമ്മളെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ എപ്പോഴും പിറുപിറുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന് ആരാധനയ്ക്ക് പോകുന്നില്ല, ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നില്ല, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഉപവസിച്ചിട്ട് കാര്യമില്ല, ബൈബിൾ വായിച്ചിട്ട് കാര്യമില്ല, ആ പാഷന്മാർ പറഞ്ഞ് പ്രസംഗിച്ചിട്ടും കാര്യമില്ല, ദൂത് കേട്ടിട്ടും കാര്യമില്ല, എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല എന്ന് നീ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നിന്റെ ലൈഫിൽ ദൈവം അത്ഭുതം ചെയ്യുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കണമെങ്കിൽ ഒന്നുമില്ലായ്മയുടെ നടുവിൽ നിന്നുകൊണ്ട് നീ പറയണം എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഈ മതിൽ ഞാൻ ചാടി കടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വശത്ത് 1000 പേരും മറുവശത്ത് 10,000 പേര് വന്നാലും ഞാൻ തളർന്നു പോകില്ല, ഞാൻ വീണ് പോകുകയില്ല. കാരണം എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല. പറഞ്ഞട്ടെ, അത്യുന്നതിന്റെ മറവിൽ ഞാൻ വസിക്കുകയാണ്. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുകയാണ്, ഇതിനകത്തിരിക്കുന്ന ചിലർ പറയുന്ന വാക്കുകളാണ് പ്രൊഫറ്റിക്കലായിട്ട് ഞാൻ പറയുകയാണ്. നീ പലപ്പോഴായി ദൈവത്തെ ഒറ്റിക്കൊടുക്കുകയാണ്, കർത്താവിനെ ക്രൂശിക്കുകയാണ്. നീ പറയുന്നത് ഞാൻ ഒറ്റയ്ക്കാണ്, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ കരുതുവാൻ ആരുമില്ല, എൻ്റെ ഹൃദയം മനസ്സിലാക്കാൻ ആരുമില്ല. എന്നാൽ എൻ്റെ ദൈവം പറയുന്നു, നിന്റെ പഴയ കാലം കഴിഞ്ഞുപോയി, നീ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ നിന്നെ ജീവിപ്പിച്ചിരിക്കുന്നു. എൻ്റെ കൃപ നിന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. നീ ഒറ്റയ്ക്കല്ല. എൻ്റെ കൃപ, എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ പെറുവിറുപ്പുകൾ
ഇന്ന് പകൽ അഴിയട്ടെ. പിറുപിറുക്കുന്ന ജനത്തിന്റെ കൂടെ ദൈവം അത്ഭുതം ചെയ്യുകയില്ല. അവർ മത്സരികളാണ്. നിങ്ങൾ മത്സരിക്കരുത്. ദൈവത്തോട് മത്സരിക്കരുത്, സഭയോട് മത്സരിക്കരുത്, അഭിഷിക്തന്മാരോട് നിങ്ങൾ മത്സരിക്കരുത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. നിങ്ങൾ ശാഠ്യം കാണിക്കരുത്. പലപ്പോഴും ജനം ദുശാഠ്യമുള്ള ജനം, അവരുടെ ഇടയിൽ ദൈവത്തിന്റെ മഹത്വം ഒരു നിമിഷം പോലും നിൽക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിനകത്ത് പൗലോസ് പറഞ്ഞത്, നിങ്ങളുടെ ഇടയിൽ അത്ഭുതമുണ്ട്, അടയാളമുണ്ട്, വീര്യപ്രവൃത്തിയുണ്ട്, വലിയ പ്രവചനമുണ്ട്, പക്ഷേ ദൈവ സ്നേഹമില്ല, ദൈവ ഭയമില്ല, സൗമ്യതയില്ല, താഴ്മയില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ തിരുവത്താഴം കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിനകത്ത് എങ്ങനെ ഇതിനു മുമ്പ് പൊങ്കാലയിട്ട് തിന്നതുപോലെ നിങ്ങൾ അങ്ങ് തിന്നുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത്, അതുപോലെയാണ് ഇന്നും നിങ്ങൾ ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞ തലയിലൊക്കെ തുണിയിടണമെന്ന് ആ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയാൻ കാരണം, ജാതികളായിരുന്നപ്പോൾ ദേവദാസികളെ പോലെ ജീവിച്ചവർ, ആണുങ്ങളെയും ഭയമില്ല, പെണ്ണുങ്ങളെയും ഭയമില്ല, നാട്ടുകാരെയും ഭയമില്ല, ആരെയും ഭയമില്ലാത്ത ജനമായിരുന്ന ഈ സ്ത്രീകൾ ദൈവസഭയ്ക്കകത്ത് വന്നപ്പോൾ അവർക്ക് പുരുഷന്മാരെ മാനിക്കാൻ പ്രശ്നം, അവർക്ക് കർത്താവിനെ ബഹുമാനിക്കാൻ ഒരു വിഷയം, അവർക്ക് എല്ലായിടത്തും സംസാരിക്കണം, അവർക്ക് വാങ്ങുന്ന പണ്ടത്തെ ചന്ത സ്വഭാവം ഇതിനകത്തും കാണിക്കണം എന്നായപ്പോൾ പൗലോസ് പറഞ്ഞു, ഇത് ചന്തയല്ല. പ്രൈസ് ദി ലോർഡ്. അല്ല, നീ ദേവദാസിയുമല്ല. പ്രൈസ് ദി ലോർഡ്. നീ വ്യഭിചാരി ആയിരുന്നു, എന്നാൽ ഇന്ന് നീ വ്യഭിചാരിയല്ല, നീ ദേവദാസി അല്ല, നീ ചന്തയല്ല, നീ ദുശാഠ്യമുള്ള ജനമായിരുന്നു, എന്നാൽ ഇതല്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നിന്റെ സിറ്റിസൺഷിപ്പ് മാറി. ഇന്ന് നിന്റെ കൂടെയുള്ളത് പിശാചല്ല, ഇന്ന് നിന്റെ കൂടെയുള്ളത് മാന്യനായ യേശുവാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവരാജ്യത്തിനകത്ത് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എങ്ങനെയെങ്കിലും വന്ന ചന്തയ്ക്കകത്ത് ഇരിക്കുന്നത് പോലെ സഭയിൽ ഇരിക്കരുതെന്ന് പൗലോസ് പറഞ്ഞ് പഠിപ്പിച്ചത്. ഹല്ലേലൂയ. പക്ഷേ ഇന്ന് പലരും അങ്ങനെയൊക്കെ ജീവിക്കാനാണ് ഇഷ്ടം, അനുസരിക്കാൻ താല്പര്യമില്ല. ദുശാഠ്യത്തോടുകൂടി, ശാഠ്യത്തോട് ഞാൻ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല, എന്നെ ആരും പഠിപ്പിക്കണ്ട എന്ന രീതിയിലാണ് നീ ജീവിക്കുന്നതെങ്കിൽ നിന്റെ അകത്ത് പരിശുദ്ധാത്മാവല്ല ഇരിക്കുന്നത്, പൈശാചിക ആത്മാവാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അതാ കർത്താവ് പറഞ്ഞത്, പൗലോസ് പറഞ്ഞത്, ഇതിനൊരു സിസ്റ്റം ഉണ്ട്. ഈ സഭയ്ക്കകത്ത് നീ വരുമ്പോൾ മാന്യമായി നീ വസ്ത്രധാരണം ചെയ്യണം, മാന്യതയോടെ നീ തിരുവത്താഴ ശുശ്രൂഷ ദൈവഭയത്തോടെ നീ വരണം. നീ വീട്ടിനകത്ത് ചോറ് വാരി ഉരുട്ടി മുകളിലോട്ട് എറിഞ്ഞ് കഴിക്കുന്നത് പോലെ ഇവിടെ വന്ന് എങ്ങനെയെങ്കിലും നിന്ന് തിരുവത്താഴം എടുക്കുക. തന്റെ നിന്റെ ഹൃദയത്തെ നീ ശോധന ചെയ്യണം, നിന്റെ ശരീരത്തെ ശോധന ചെയ്യണം, നിന്റെ ജീവിതത്തെ നീ ശോധന ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ വസ്ത്രം മാന്യമായിരിക്കണം. ഹല്ലേലൂയ. നീ പുരുഷന്മാരെ സ്ത്രീകളോട് പറഞ്ഞു, നീ പുരുഷന്മാരെ ബഹുമാനിക്കണം. കാരണം അതൊരു കൾച്ചറായിരുന്നു. അന്നത്തെ കാലത്തുള്ള ആ സ്ത്രീകള് പുരുഷന്മാരെ ഒന്നും മൈൻഡ് ചെയ്യാത്തവരായിരുന്നു, റെസ്പെക്ട് ചെയ്യാത്തവരായിരുന്നു, അവർ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടാത്തവരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവർക്ക് വ്യഭിചാരം ചെയ്യാൻ ഒരു സഭയാണെങ്കിലും എവിടെയാണെങ്കിലും അവർ വ്യഭിചാരം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതിനെയാണ് പൗലോസ് ശാസിച്ചത്. ഈ സഭ വിശുദ്ധമായ ദൈവം ഇരിക്കുന്ന സഭയാണ്. പ്രൈസ് ദി ലോർഡ്. നീ ഈ സഭയെന്ന് പറയുന്ന മാർക്കറ്റ് പോലെ അല്ല, തിയേറ്റർ പോലെ അല്ല, വീട്ടിനകത്തിരിക്കുന്നത് പോലെ അല്ല. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും ഞാൻ ചർച്ചിൽ മീറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, ശുശ്രൂഷ കൊണ്ടിരുന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഞാൻ അറിഞ്ഞില്ല അവിടെ വലിയൊരു ആരാധന നടക്കുന്നത്. 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയും ഫാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പ്രവചന ആത്മാവിൽ ഞാൻ വിളിച്ചു പറഞ്ഞു, ഈ ദൈവസഭയ്ക്കകത്ത് 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയറിനകത്ത് പിന്നെ ഈ സഭയോടും ജനത്തോടും അഭിഷിക്തന്മാരും വെല്ലുവിളിച്ചുകൊണ്ട് ഇതിനകത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു കുടുംബമുണ്ട്, ആ കുടുംബത്തെ ദൈവം തൊടാൻ പോകണമെന്ന്. പക്ഷെ ഞാനൊന്നും അറിഞ്ഞില്ല. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ആത്മാവ് പറഞ്ഞ ഒരു ദൂത് അങ്ങ് പറഞ്ഞതാ. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയത്തില്ല എങ്ങനെയൊക്കെ ഒരു സംഭവം അതിനകത്ത് നടക്കുന്നൊന്നും അറിയത്തില്ല. എന്നാൽ ആ സഭയ്ക്കകത്ത് 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയറിനകത്ത് ഒരു പാസ്റ്ററും കുടുംബവും തന്നെ അവിടെയുള്ള പാസ്റ്ററോടും അവിടെയുള്ള വിശ്വാസികളെ എല്ലാവരുടെ മധ്യത്തിൽ മീറ്റിംഗ് കഴിയുമ്പോൾ പിന്നെ ഉപവാസ പ്രാർത്ഥനയുടെ നടുക്ക് ഇദ്ദേഹം ചെയ്യും, ഫാമിലിയായിട്ട് വന്ന് പൊതിച്ചോറ് കൊണ്ടുവന്ന് അങ്ങോട്ട് തുറന്ന് ഫുഡ് കഴിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് ഞാൻ കാണുന്നില്ല. എന്നെ വിളിച്ചത് ലാസ്റ്റാണ്. ഞാൻ 21ാമത്തെ ദിവസം അങ്ങനെ ഞാൻ ശ്രമിക്കും ലാസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. ഈ കഴിഞ്ഞ 10-20 ദിവസം അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ അനുസരിച്ച് ഞാൻ മൈക്കിലൂടെ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ആ കുടുംബത്തെ ദൈവം തൊടാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ അറിഞ്ഞതല്ലല്ലോ. അപ്പൊ ആത്മാവിന് പോലും പിടിക്കാത്തൊരു കാര്യമാണ് അതിനകത്ത് നടന്നത്. അതിന്റെ അർത്ഥം ഭക്ഷണം കഴിക്കുന്നതിനെതിരല്ല ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കണം, ഉപവസിക്കണമെന്ന് നിർബന്ധമുള്ള ആളുമല്ല ദൈവം. പക്ഷെ പരിശുദ്ധാത്മാവിനെ വെല്ലുവിളിച്ചുകൊണ്ട്
പ്രൈസ് ലോർഡ്. ഭക്ഷണം കഴിക്കണം, വെളിയിൽ ചെന്ന് കഴിച്ചോ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഒരു വലിയ കൂട്ടായ്മ നടക്കുന്ന സ്ഥലത്ത് അവിടെയുള്ള ശുശ്രൂഷയ്ക്കും അഭിഷിക്തന്മാർക്കും വിരോധമായിട്ട്, പരിശുദ്ധാത്മാ വിരോധമായിട്ട്, പബ്ലിക്കായിട്ട് വെളിപ്പാട് അറിഞ്ഞ അല്ലെങ്കിൽ പിന്നെ ഈ വചനം അറിയാവുന്നവൻ തന്നെ പ്രൈസ് എവിടെ ചെന്ന് ഏതോ ഉപദേശം കേട്ട് പിന്നെ വന്നിട്ട് അതിനെതിരായിട്ട് പബ്ലിക്കിൽ വെല്ലുവിളിച്ചു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അടുത്ത ആഴ്ച അറിഞ്ഞത് അദ്ദേഹത്തിന്റെ മകനും കൂടെ ട്രിവാൻഡ്രം പട്ടണത്തിലൂടെ പിന്നെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ആ തലമുറ ബസ് കയറി മരിച്ച്. പ്രൈസ് ലോർഡ്. വലിയൊരു വാർത്ത വരാനിടയായി. പ്രൈസ് ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഭയങ്കരമായിട്ടുള്ളൊരു മരണം ആ കുടുംബത്തിനകത്ത് നടന്നു. പ്രൈസ് ലോർഡ്. ഞാൻ പറയട്ടെ, ഒരു തിരുവത്താഴ ശുശ്രൂഷ നടന്നുകൊണ്ടിരുന്നപ്പോൾ നെയ്യാറ്റിൻകര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തിരുവത്താഴ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രസംഗിച്ചുകൊണ്ട് ദൈവത്തിന്റെ ദാസൻ അദ്ദേഹം പറഞ്ഞു, തിരുവത്താഴ ശുശ്രൂഷ എടുക്കുന്ന ചിലര് ഇതിനകത്തുണ്ട്, എന്നാൽ വ്യഭിചാരം ചെയ്ത് പരസ്പര രൂപാന്തരവും മാനസാന്തരമല്ലാതെ ഇതിനകത്ത് നീ ഇരിക്കുകയാണെങ്കിൽ നീ മാനസാന്തരപ്പെടണം എന്ന് പറഞ്ഞു. പക്ഷെ ഇത് കേൾക്കാൻ ആ വ്യക്തി തയ്യാറല്ല. എല്ലാ പ്രാവശ്യവും പിന്നെ അഭിഷിക്തന്മാരോട് വെല്ലുവിളി, മറുതലിപ്പ്, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുക, സഭയ്ക്കകത്ത് വഴക്കുണ്ടാക്കുക, ഇതെല്ലാം ആ കുടുംബത്തിന്റെ പ്രത്യേകതയാണ്. ഈ സ്ത്രീ ഇങ്ങനെ പിന്നെ മാനസാന്തരപ്പെടാതെ തിരുവത്താഴം കഴിക്കാൻ പോയപ്പോൾ പെട്ടെന്ന് ഒരു ഇടിയും മിന്നലും ഉണ്ടായി വെളിയിൽ. പ്രൈസ് ലോർഡ്. ഒരു മിന്നലടിച്ച് ഇത്രയും ജനം ഇരുന്ന 2000 പേരിരുന്നപ്പോൾ ആ മിന്നൽ ഒരു കൊള്ളിയാൻ ഇങ്ങനെ അടിച്ച് ഈ ജനത്തിന്റെ ഇടയുടെ വന്ന് ഈ സ്ത്രീയെ തന്നെ വന്നടിച്ച് ആ സ്ത്രീ മരിച്ചു പോകുന്ന ഒരു സംഭവം ഉണ്ടായി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നെയ്യാറ്റിൻകര ഭാഗത്ത് ഒരു സഭയിൽ. ഹല്ലേലൂയ. പറയട്ടെ, ഇത് നമ്മൾ ഈ പ്രസംഗിക്കുകയും ശുശ്രൂഷിക്കുകയും ഈ വചനം പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് കുറച്ചൊരു പ്രകടനമായി, ഇതൊരു എന്തൊക്കെ സംഭവമായി, പിന്നെ ഇതൊരു വ്യക്തിയുടെ കുറെ പിന്നെ വാചാലതയോ അല്ലെങ്കിൽ വാചക കസർത്തോ ആയി കാണുക ആണ് നിങ്ങളെങ്കിൽ ഇതിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇതൊരു വാചക കസർത്തല്ല, ഇത് വാക്സാമർത്ഥ്യം കൊണ്ട് പറയുന്ന പരിപാടിയല്ല. ഒരു വാക്സാമർത്ഥ്യം ഇല്ലാത്ത, വാചക കസർത്ത് ഇല്ലാത്ത വ്യക്തികൾ ദൈവത്തിന്റെ കൃപയിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ആലോചനകൾ വിളിച്ചു പറയുമ്പോൾ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ഒരു ദൈവത്തിന്റെ മഹത്വമുണ്ടെന്നും തിരിച്ചറിയാൻ നീ ദൈവം മക്കളാണെങ്കിൽ, നീ ദൈവഭയമുള്ള വ്യക്തിയാണെങ്കിൽ ഇന്ന് പകല ദൈവസഭയോടും ദൈവരാജ്യത്തോടും ദൈവിക ക്രമങ്ങളോടും വെല്ലുവിളി നടത്താതെ, ദുശാഠ്യപ്പെടാതെ, അനുസരണത്തോടെ നീ വ്യഭിചാരിയല്ല, നീ ദേവദാസിയല്ല. പ്രൈസ് ലോർഡ്. നീ പുരുഷന്മാരെ മാനിക്കുവാൻ, ബഹുമാനിക്കുവാനും, അനുസരണമുള്ളവരായിരിക്കാനും, തിരുവത്താഴ ശുശ്രൂഷയെ മാനിക്കുവാനും, സഭയുടെ ആരാധനകളെ മാനിക്കുവാനും നിനക്ക് ബാധ്യസ്ഥയാണ് നീ. പ്രൈസ് ലോർഡ്. ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തിയാണ് നീയെങ്കിൽ നിന്റെ ലൈഫിൽ ഒരു മര്യാദ ഉണ്ടായിരിക്കണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇത് ചുമ്മാ കുറെ പരിപാടിയില്ല, കുറെ മൈക്കും ബോക്സും കുറച്ച് വീഡിയോ ക്യാമറ ഇതൊക്കെ ഇന്നലെ വന്നതാണ്. ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം പെന്തക്കോസ് കോളത്തിനകത്തുണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. ഈ മൈക്കില്ല, വീഡിയോ ഇല്ല, ഇത് ഓൺലൈനിലില്ല, ഇതിലേക്ക് കീബോർഡ് ഇല്ല, ഒന്നുമില്ല. പ്രൈസ് തമ്പേറെടുത്ത് അടിച്ച് ആൾക്കാരെല്ലാം കൂടെ മുട്ടുമടക്കി ഇരുന്ന് ഇരിക്കാൻ പോലും സ്ഥലമില്ല. ഇന്ന് നിങ്ങൾ കസേരയിരിക്കുന്നു, എ സിക്കകത്ത് ഇരിക്കുന്നു. ഇതൊന്നും ഇല്ലാതെ ഞങ്ങളെ 1993 കാലഘട്ടങ്ങളിൽ ചെറിയ ഹോളിനകത്ത് ഇരിക്കാൻ പോലും സ്ഥലമില്ലാതെ മുട്ടുമടക്കി 2.5-3 മണിക്കൂർ കാല് കഴച്ചാലും പൊട്ടിയാലും പ്രൈസിലും അതിനകത്തിരുന്ന് വേർത്ത് കുളിച്ച് 2.5-3 മണിക്കൂർ പ്രസംഗിച്ച് തീരാത്ത ദൈവദാസന്മാരുണ്ട്. അവർ പ്രസംഗിച്ച് തീരുന്നവരെ രാവിലെ 10 മണി തൊട്ട് 3 വരെക്കും 4 മണിക്കും 5 മണി വരെയൊക്കെ ഒരേ ഇരിപ്പിനിരുന്ന് ആത്മാവിൽ സത്യത്തിൽ ആരാധിച്ചതിന്റെ, വില കൊടുത്തതിന്റെ ഒരു സംഭവമാണ് ഇതിനകത്ത് നിങ്ങൾ ഇരിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഒരു കാലഘട്ടം ഉണ്ടായിരുന്ന ആത്മാവിന് ദാഹമുള്ള ജനം, അഭിഷേകത്തിന് ദാഹമുള്ള ജനം, ആരാധനയ്ക്ക് ദാഹമുള്ള ജനം, ഒരു ദൈവത്തെ ഭയപ്പെടുന്ന വിശുദ്ധ ജനമുണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഈ കേരളത്തിനകത്ത് ഒരു ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ജനമുണ്ടായിരുന്നു. ദൈവത്തെ ഭയപ്പെടുന്ന, അഭിഷിക്തന്മാരെ ബഹുമാനിക്കുന്ന, അനുസരണമുള്ള, ദൈവകൃപയുള്ള ഒരു വിശുദ്ധമായ കൂട്ടമുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ കൂട്ടങ്ങൾ അങ്ങനെയല്ല. ഇന്ന് ഒരു മുഖപടം ഇട്ടുകൊണ്ട് ദുശാഠ്യത്തോടെ എന്നെ ആരും തുടരുത്, സംസാരിക്കരുത്, ശാസിക്കരുത്, എന്നെ ആരും ഉപദേശിക്കണ്ട എന്ന് പറയുന്ന മറുതലിക്കുന്നവരുടെ കൂട്ടമാണ്. പ്രൈസ് ലോർഡ്. ആ മറുതലിക്കുന്നവരുടെ കൂട്ടത്തിനകത്ത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിനകത്ത് അനന്യാസും സഭയുടെ ജീവിതത്തിൽ വന്നതുപോലെയൊക്കെ ചില കാര്യങ്ങൾ ഈ അന്ത്യകാലത്ത് ദൈവസഭയ്ക്കകത്ത് ചില വീര്യ പ്രവൃത്തിയുടെ ശുശ്രൂഷകൾ വെളിപ്പെടാൻ സമയമായിരിക്കുകയാണ്. അന്ത്യകാലത്ത് ദൈവസഭയിൽ ദൈവഭയം ഉണ്ടാകുവാൻ തക്കവണ്ണം അതിഭയങ്കരമായ വീര്യ പ്രവൃത്തിയുടെ ശുശ്രൂഷകൾ ദൈവാത്മാവ് മടക്കിക്കൊണ്ടുവരാൻ പോവുകയാണ്. ഒരു ദൈവഭയമില്ലാത്ത ജനത്തെ കർത്താവ് വരുന്ന നാടുകളിൽ തൊടാൻ പോവുകയാണ്. ഒരു ദൈവഭയം ഉണ്ടാകുവാൻ, ഒരു ദൈവ
പ്രവൃത്തി വെളിപ്പെടുവാൻ നമ്മൾ ആരെ സേവിക്കുന്നു, ആരെ ആരാധിക്കുന്നുവെന്ന് നീ മനസ്സിലാകേണ്ടതിന് ഒരു അത്ഭുതകരമായ ദൈവപ്രവൃത്തികൾ ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടാനുള്ള കാലഘട്ടമായിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ജനമേ, നിങ്ങളെ ദൈവം വിളിച്ചത് ദൈവത്തിന്റെ ഫലം കായ്ക്കുവാനാണ്. മര്യാദയോടെ, താഴ്മയോടെ, സൗമ്യതയോടെ, ദുശാഠ്യമില്ലാതെ, പിറുപിറുക്കാതെ, മത്സരിക്കാതെ, സംശയിക്കാതെ നിത്യതയിൽ പോകാൻ ഒരുക്കമുള്ള ഒരു കൂട്ടം ജനമായി മാറുവാൻ ആത്മാവ് നിങ്ങളെ വിളിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ മാറട്ടെ. പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കണം, എനിക്ക് ദൈവത്തിന്റെ മഹത്വം കാണണം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് കനാൻ ദേശമല്ല വേണ്ടത്, എനിക്ക് വാഗ്ദത്തമുള്ള ഈ ലോകത്തിലെ വീടോ സ്ഥലങ്ങളോ നിലങ്ങളോ അല്ല വേണ്ടത്. എനിക്ക് എന്റെ കർത്താവിനെ മതി എന്ന് പറയുവാൻ താല്പര്യമുള്ളവർ എത്ര പേർ ഇതിനകത്തുണ്ട്? എനിക്ക് എന്റെ യേശുവിനെ കണ്ടാൽ മതി, എനിക്ക് എന്റെ കർത്താവിനെ അറിഞ്ഞാൽ മതി, എനിക്ക് അങ്ങയുടെ മഹത്വം കണ്ടാൽ മതി. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഈ ലോകത്തിലുള്ള വിവാഹമോ തലമുറകളോ വീടോ കാറോ സ്ഥലമോ നിലങ്ങളോ അല്ല വലുത്, എനിക്ക് എന്റെ ദൈവത്തിന്റെ സാന്നിധ്യമാണ് വലുത്. നീ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നീ പ്രാർത്ഥിക്കുന്ന ചില മറുപടിയില്ലാത്ത വിഷയങ്ങൾക്ക് ദൈവം ഈ വരുന്ന ദിവസങ്ങളിൽ മറുപടി തരാൻ പോവുകയാണ്. നിന്റെ പ്രാർത്ഥന മാറണം. എനിക്ക് അങ്ങയുടെ കൃപ മതി, എനിക്ക് അങ്ങയുടെ സാന്നിധ്യം മതി, എനിക്ക് അങ്ങയുടെ ആ ജീവപുസ്തകത്തിൽ പേരെഴുതിയത് മതി, എനിക്ക് അങ്ങയുടെ രക്ഷ മതി, എനിക്ക് അങ്ങയുടെ അഭിഷേകം മതി. പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്രാർത്ഥനകൾ പലതും മറുപടിയില്ലാതെ നീണ്ടുകൊണ്ടിരിക്കുന്നു. അതിന് കാരണം നിന്റെ ആറ്റിറ്റ്യൂഡ് അറിയുന്ന ഒരു ദൈവം, നിന്റെ ഹൃദയം അറിയുന്ന ദൈവം. നിന്റെ ഏറ്റവും വലിയ വിഷയം നിന്റെ ആ പ്രാർത്ഥനാ വിഷയമാണ്, ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. എപ്പോഴാണ് നിന്റെ ഹൃദയത്തിൽ ദൈവം വലിയവനായി വെളിപ്പെടുന്നത്, പ്രൈസ് ദൈവത്തിന് ഒന്നാം സ്ഥാനം നീ കൊടുക്കുന്നത്, അപ്പോൾ നിന്റെ നിസാരമായ പ്രാർത്ഥനാ വിഷയത്തിന് ഇന്ന് പകൽ ദൈവം മറുപടി തരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. മറുപടിക്ക് വേണ്ടി നീ കാത്തു നിൽക്കാതെ, എന്റെ ദൈവത്തിന് വേണ്ടി നീ കാത്തു നിൽക്കാൻ തുടങ്ങിയാൽ, മറുപടിക്ക് വേണ്ടി നീ കാത്തിരിക്കാതെ ദൈവത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി നീ കാത്തിരിക്കാൻ തയ്യാറായാൽ, അഭിഷേകം സകല നുകത്തെയും തകർക്കാൻ പോവുകയാണ്. ഈ അഭിഷേകം സകല നുകത്തെയും തകർക്കാൻ പോകുന്നു. നീ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ഉണ്ടാകണമെങ്കിൽ നീ പ്രാർത്ഥിക്കണം: എനിക്ക് അങ്ങയുടെ അഭിഷേകം വേണം, എനിക്ക് അങ്ങയുടെ സാന്നിധ്യം വേണം. നീന്തിയാൽ കടപ്പാൻ സാധിക്കാത്ത ഒരു ആത്മ നിറവ് എന്റെ ദൈവമേ എനിക്ക് വേണം. നമ്മുടെ ഉള്ളില് ഒരു ആഗ്രഹം, പ്രാണനൊരു താല്പര്യം, കർത്താവ് എനിക്ക് അങ്ങയുടെ സാന്നിധ്യം ഒന്ന് അനുഭവിക്കണം. എനിക്കിങ്ങനെ കൈയടിച്ചാൽ പോരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന കൈയടിക്കുമ്പം എനിക്കും കൂടെ കൈയടിച്ച് നാണക്കേടെന്ന് വിചാരിച്ച് കൈയടിക്കുന്ന പോരാ. ഒരു കറണ്ട് അടിക്കണം ശരീരത്തിലൂടെ. എൻ്റെ കരങ്ങൾ എൻ്റെ നിയന്ത്രണത്തിലല്ലാതെ ആത്മാവ് എൻ്റെ കരങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു അനുഭവം എനിക്ക് വേണം. എൻ്റെ കാലുകൾ എൻ്റെ നിയന്ത്രണത്തിൽ അല്ലാതെ ആകുന്ന ഒരു അഭിഷേകത്തിൻ്റെ നിറവ് എനിക്ക് വേണം. എൻ്റെ വായ്കൾ തുറക്കാതിരുന്നാലും അത് ഓട്ടോമാറ്റിക്കായിട്ട് തുറന്നു വരുന്നത് പോലെ ഒരു അഭിഷേകത്തിൻ്റെ നിറവ് എനിക്ക് ആവശ്യമാണ്. എൻ്റെ നാണം മാറുന്ന ഒരു അഭിഷേകം. ഹല്ലേലൂയ. ആരാധനകൾക്ക് ആവേശത്തോടെ വീട്ടിനകത്തിരിക്കാതെ വരാനൊരു അഭിഷേകം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ചിന്താഗതികളെ മാറ്റുന്ന ഒരു അഭിഷേകം. എനിക്കൊരു നിറവിന്റെ അനുഭവം ഉണ്ടാകണം. എൻ്റെ കർത്താവേ, എൻ്റെ പഴയ ആ ആത്മീക ജീവിതത്തിലുള്ള സ്നേഹം, നഷ്ടപ്പെട്ട ദൈവസ്നേഹം മടങ്ങി വരണം, തീഷ്ണത മടങ്ങി വരണം. എനിക്ക് സുവിശേഷ വേല ചെയ്യണം, എൻ്റെ ദൈവത്തിന്റെ വരവിന് വേണ്ടി എനിക്ക് ഒരുങ്ങണം, ഒരു ദൈവ ഭയത്തോടെ എനിക്ക് ജീവിക്കണം. ഞാൻ മത്സരിയാകരുത്, ദുശാഠ്യമുള്ള വ്യക്തിയാളാവരുത്. ഇന്ന് പകല് എൻ്റെ ദൈവ ജാതീക സ്വഭാവങ്ങൾ എന്നെ വിട്ട് മാറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ എല്ലാവരുടെയും ആ ജാതിക സ്വഭാവങ്ങൾ വിട്ടുമാറാൻ നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സഭകൾക്ക്, എല്ലാ കത്തോലിക്കകത്തും അതുപോലെ പെന്തക്കോസ്തിനകത്ത് എല്ലാ ക്രിസ്തീയ സഭകൾക്കകത്തും ഈ ഭാരതത്തിലുള്ള കൾച്ചറുകളുണ്ട്. വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്ന ജനമായതുകൊണ്ട് ഇന്നും എല്ലാ സഭയ്ക്കകത്തും അതിൻ്റെതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കുറെ അന്ധവിശ്വാസങ്ങളും എല്ലാം ഉണ്ട്. ഈ വേദപുസ്തകത്തിൽ ഇല്ലാത്തതെല്ലാം ഇതിനകത്തുണ്ട്. എന്നാൽ ഇതെല്ലാം പൊട്ടി മാറണം. ഹല്ലേലൂയ. നമ്മുടെ ജാതിക സ്വഭാവങ്ങൾ മറന്നിട്ട് നമ്മൾ പറയണം: ഇപ്പോൾ എൻ്റെ അപ്പൻ ക്രിസ്തുവാണ്, എനിക്കൊരു പുതിയ സ്വഭാവം വന്നിട്ട്, യേശുവിന്റെ സ്വഭാവം. കർത്താവ് എന്നെ പുതിയ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നു. അത് ദൈവ രാജ്യത്തിന്റെ സ്വഭാവം. അതങ്ങനെ ജീവിപ്പാൻ എനിക്കൊരു കൃപ വേണം. പഴയതിനേക്കാളും ഏറ്റവും നല്ലത് ഇപ്പോൾ ആയിരിക്കുന്നതാണെന്ന് നീ തിരിച്ചറിയണം. നിന്റെ പണ്ടത്തെ ജീവിതത്തെ നീ മറക്കണം, പഴയ അനുഭവങ്ങളെ നീ മറക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
എപ്പോഴെങ്കിലും നീ തോന്നിയിട്ടുണ്ടോ പഴയതായിരുന്നു നല്ലത്, പണ്ടായിരുന്നേ കൊള്ളാമായിരുന്നു, ആൽത്തറയിലൊക്കെ ചെന്നിരുന്ന ആലിൻ്റെ ചോട്ടിലൊക്കെ ചെന്നിരിക്കാമായിരുന്നു, അല്ലെങ്കിൽ കുറിയൊക്കെ തൊട്ടുകൊണ്ട് നടക്കാമായിരുന്നു, കുറച്ച് കൂട്ടുകാരൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നല്ല തുളസിമാലയൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ, അല്ലെങ്കിൽ മുല്ലപ്പൂ വെച്ചുകൊണ്ട് നടക്കാമായിരുന്നു, അല്ലെങ്കിൽ താലി കെട്ടി നടക്കാമായിരുന്നു, ഇതൊക്കെ ചിന്തിക്കുന്നുണ്ടോ? എന്നാൽ ഇന്ന് പകൽ നീ ചിന്തിക്കണം, അതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവത്തിൽ ആത്മാവ് നിന്നെ പുതുതാക്കി കൊണ്ടുവന്ന് നിന്നെ മൂല്യമുള്ള വാല്യുബിളായ വ്യക്തിയാക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. പണ്ട് നീ ആഭരണങ്ങളോടെ നടന്നതിനേക്കാൾ ഉപരിയായി എൻ്റെ കർത്താവിൻ്റെ വസ്ത്രം, പുതിയ വസ്ത്രം, യേശുവിൻ്റെ വസ്ത്രം നീ അണിഞ്ഞിരിക്കുകയാണ്. ആ വിശുദ്ധിയുടെ വസ്ത്രം, നീതിയുടെ വസ്ത്രം ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് തന്നിരിക്കുകയാണ്. നിന്റെ എല്ലാ പഴയതിനേക്കാൾ ഉപരിയായി അഭിഷേകത്തിന്റെ തേജസ്സാൽ നിനക്ക് സൗന്ദര്യം വർദ്ധിച്ചിരിക്കുകയാണ്, നിന്റെ യൗവനം വർദ്ധിച്ചിരിക്കുകയാണ്. കർത്താവിനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ യൗവനം ഉള്ളവരെ പോലെ, കഴുകനെ പോലെ ചിറകടി ചേരുവാനിടയാകും. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പഴയതിനേക്കാൾ ഉപരി എൻ്റെ യേശുവിനെ അറിഞ്ഞപ്പോൾ നിന്റെ ചരിത്രം ആത്മാവ് മാറ്റിയിരിക്കുന്നു, നിന്റെ സ്വഭാവം മാറ്റിയിരിക്കുന്നു, നിന്റെ കാഴ്ചപ്പാട് മാറ്റിയിരിക്കുന്നു. നിനക്കൊരു ശുഭഭാവിയുണ്ട്, നിനക്കൊരു ശുഭഭാവിയുണ്ട്, നിനക്കൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട്. നീ ആയിരിക്കുന്ന രാജ്യം ഹല്ലേലൂയ ദാരിദ്ര്യത്തിൻ്റെതല്ല, ഇത് സമ്പന്നതയുടേതാണ്, ഇത് അനുഗ്രഹത്തിൻ്റെതാണ്, ഇത് വർദ്ധനവിൻ്റെതാണ്. നീയും നിന്റെ തലമുറയും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. നീ ഉയർച്ച പ്രാപിക്കാൻ പോവുകയാണ്, നീ നന്മ പ്രാപിക്കാൻ പോവുകയാണ്. പടുക്കുഴിക്കകത്ത് കടന്ന നിന്നെ, നിന്റെ കുടുംബത്തെയും ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പട്ടുപോകാനല്ല, നീ ഇതാ വാഗ്ദത്ത ദേശം കാണാൻ പോകുന്നു, കനാൻ ദേശം കാണാൻ പോകുന്നു, നിത്യത വരെ എത്തിക്കാൻ പോകുന്നു. നിന്നെ വിളിച്ചവൻ വിശ്വസ്തവൻ, അവൻ ഒരിക്കലും നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നിന്റെ അടഞ്ഞ വഴികളെ ദൈവം തുറക്കാൻ പോകുകയാണ്. നിന്റെ മരുഭൂമിയുടെ അവസ്ഥയെ ആത്മാവ് മാറ്റാൻ പോകുന്നു. ഇതാ ദൈവം നിനക്കായി സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻ ഒരുക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അറിഞ്ഞാട്ടെ, എൻ്റെ മുമ്പിലുള്ള പാറകൾ പൊട്ടാൻ പോകുന്നു, എൻ്റെ മുമ്പിലുള്ള പാറകൾ പൊട്ടാൻ പോവുകയാണ്. പ്രൈസ്, എൻ്റെ മുമ്പിലുള്ള ഉറവകൾ തുറക്കാൻ പോവുകയാണ്. പ്രൈസ്, എൻ്റെ മുമ്പിൽ ഭക്ഷണം, എല്ലാ നന്മകളും വരാൻ പോവുകയാണ്. എനിക്ക് വേണ്ടി ദൈവം പ്രൊവിഷൻ ഒരുക്കാൻ പോകുന്നു. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രൊവിഷൻ ഒരുക്കാൻ പോവുകയാണ്. ഏറ്റവും മേത്തരമായത് ദൈവം എനിക്ക് ചെയ്തു തരാൻ പോകുന്നു. എൻ്റെ ദൈവം എന്നെ മേത്തരമായിട്ട് നടത്താനാ കൈപിടിച്ച് നടത്തുന്നത്. എൻ്റെ കർത്താവ് എൻ്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. ഞാൻ ലജ്ജിച്ച് പോകുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഞാൻ ലജ്ജിച്ച് പോകുകയില്ല. എൻ്റെ ദൈവം എന്നെ ലജ്ജിപ്പിക്കുകയില്ല. എന്നെ, എൻ്റെ കുടുംബത്തെയും ദൈവം ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല. ഈ ദൈവം മാന്യതയുടെ ദൈവമാണ്. എന്റെ ദൈവം എന്നെ മാനിക്കാനാ വിളിച്ചിരിക്കുന്നത്, ഉയർത്താനാ വിളിച്ചിരിക്കുന്നത്, വളർത്താനാ വിളിച്ചിരിക്കുന്നത്, തളർത്താനല്ല, തകർക്കാനല്ല. ശവക്കുഴിക്കകത്ത് നിന്ന് എന്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഒരു സൈന്യമാക്കാനാണ്. ഹല്ലേലൂയ. ഇന്ന് പകല് ശവക്കുഴിക്കകത്ത് നിന്ന് എന്നെയും നിന്നെയും പുറത്തു കൊണ്ടുവന്ന ദൈവം നമ്മെ അനുഗ്രഹിപ്പാനാ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഒന്നിനെ കുറിച്ച് ഭാരപ്പെടരുത്, ആകുലപ്പെടരുത്. നിന്റെ ഹൃദയം വിഷാദിച്ച് ഞരങ്ങരുത്. അടുത്തിരിക്കുന്നത് പറഞ്ഞ ഹൃദയം വിഷാദിച്ച് ഞരങ്ങിപ്പോകരുത്. പ്രൈസ്, നിരാശപ്പെടരുത്, വിഷാദിക്കരുത്, ഞരങ്ങരുത്. പ്രൈസിലെ പിറുപിറുക്കരുത്, ദുശാഠ്യമുള്ളവരാകരുത്, മത്സരികളാകരുത്. അവരാരും സ്വർഗരാജ്യത്തിൽ കയറുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, പരിശുദ്ധ ദൈവമേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ചിട്ട് വിഷാദമുള്ള ഹൃദയം, ഞരങ്ങുന്ന ഹൃദയം, നിരാശയുള്ള ഹൃദയം, പിറുപിറുക്കുന്ന ഹൃദയം, അവിശ്വസിക്കുന്ന ഹൃദയം, സംശയിക്കുന്ന ഹൃദയങ്ങൾ, മറുതലിക്കുന്ന ഹൃദയങ്ങൾ, മത്സരിക്കുന്ന ഹൃദയങ്ങളെല്ലാം മാറിപ്പോകട്ടെ. ഹൃദയത്തിൻ്റെ കാഠിന്യത മാറട്ടെ. ഹല്ലേലൂയ. അതിന് പകരം ആത്മാവ് പറയുന്നു, താഴ്മയുള്ളവർക്കോ ദൈവം ഉടനടി മറുപടി കൊടുക്കാൻ പോവുകയാണ്. സ്വർഗം സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കുന്ന വചനം പറയുന്നത് പോലെ ഹൃദയ ദുർക്കത്തോടെ ഭാരത്തോടെ ഇരിക്കുന്ന നിന്നെ നോക്കി ആത്മാവ് പറയുന്നു, ഞാൻ നിനക്ക് തുണ. നീ ആരെ പേടിക്കും? കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത ഈ ആരാധന പാട്ട് പാടി ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കാട്ടെ. പൂർണ്ണ ഹൃദയങ്ങളോടെ ഇപ്പോൾ തന്നെ യൗവനകാലത്ത് സൃഷ്ടാവിനെ അറിയുന്നവൻ ഭാഗ്യവാൻ. ഇതിനകത്തുള്ള യൗവനക്കാരെല്ലാം കർത്താവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയങ്ങളെ വിട്ടുകൊടുത്ത് ആരാധിച്ചാട്ടെ. നിങ്ങൾക്ക് പഠിച്ച് ജയിക്കാൻ സാധിക്കാത്ത മേഖലകളിൽ ആത്മാവ് നിങ്ങളെ സഹായിക്കാൻ പോവുകയാണ്. നിന്നെ കൊണ്ട് സാധിക്കാത്തതൊക്കെ കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. നിനക്ക് ബുദ്ധിയും ജ്ഞാനവും പരിജ്ഞാനവും
തരാൻ പോവുകയാണ്. നിന്റെ ദൈവം കൃപയാൽ നിറയ്ക്കാൻ പോവുകയാണ്. ആത്മാവ് നിന്നെ തൊടാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് നിന്നെ തൊടാൻ പോവുകയാണ്. എല്ലാവരും ഏൽപ്പിച്ചു കൊടുത്താട്ടെ. യൗവനക്കാരെല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ പൂർണ്ണമായും നിങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പൂർണ്ണമായും ഹൃദയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. വായികളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. വായികളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്ത് പാട്ടുപാടി പ്രാർത്ഥിച്ച ഈ ദിവസങ്ങൾ കർത്താവിന് വേണ്ടി നിങ്ങളുടെ വായികളെ തുറക്കണം, കരങ്ങളെ ചലിപ്പിക്കണം. പരിശുദ്ധാത്മാവിന്റെ നദി നിന്റെ മേൽ ഒഴുകണം. നീ അഭിഷേകത്തെ നിറയുമ്പോൾ മാത്രമേ നിന്റെ മുമ്പിലുള്ള ആ മരുഭൂമികൾ മാറത്തുള്ളൂ. ഏത് മരുഭൂമിയും മലർവാടിയാക്കുവാൻ ദൈവത്തിന് സാധിക്കും. എന്നാൽ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുന്ന വ്യക്തിയായിരിക്കണം നീ. ദൈവത്തിന്റെ ആ അഭിഷേകത്തിന് ആഗ്രഹം നിനക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് പുതുതാകണം, എനിക്ക് പുതിയൊരു വ്യക്തിയായി മാറണം, എനിക്ക് അഭിഷേകത്താൽ നിറയണം. പ്രൈസ്. എൻ്റെ ഹൃദയത്തിന്റെ കാഠിന്യത മാറണം. ഞാൻ അവിശ്വാസം പറയുന്ന വ്യക്തി ആകരുത്. നിരാശയുടെ വാക്കുകൾ നിന്റെ വായിൽ നിന്ന് വരരുത്. ഹൃദയ കാഠിന്യം മാറണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മാത്രമേ ആത്മാവിന് നിന്നിൽ ചില പുതിയ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ദുശാഠ്യം കാണിച്ചവരെ സംഹരിച്ചതിന് ശേഷമാണ് ജനത്തെ അടുത്ത സ്റ്റെപ്പ് കൊണ്ടുപോയത്. മത്സരികളൊന്നും ദൈവജനത്തിന്റെ ഇടയിൽ ഉണ്ടാകാൻ ദൈവം അനുവദിക്കാറില്ല. ഓരോ പ്രാവശ്യവും മത്സരികളും ദുശാഠ്യമുള്ള ജനവും അവർ വെല്ലുവിളിക്കുമ്പോൾ കർത്താവ് അവരെ എടുത്ത് ദൂരെ കളയും. പ്രൈസ് ദി ലോർഡ്. എന്നിട്ടാണ് അടുത്ത സ്റ്റെപ്പ് ജനത്തെ കൊണ്ടുപോകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ദൈവം ഒരു കൂട്ടം ജനത്തെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നിത്യതയിലെത്തിക്കും.